പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിന്റെ പരിശുദ്ധ നാമം ഈ രാത്രി വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ ആഴ്ചയുടെ ഒരു ഒടുവിലത്തെ ദിനം, ഈ ശനിയാഴ്ച രാത്രി കർത്താവ് ചെയ്ത സകല ഉപകാരങ്ങൾക്ക് നന്ദിയുള്ളവരായി ഈ വർഷത്തിന്റെ മൂന്നാമത്തെ ആഴ്ച പൂർത്തീകരിപ്പാൻ സ്വർഗത്തിലെ വലിയവനായ ദൈവം നമ്മുടെ ആയുസ്സിനെ ദീർഘമാക്കി ക്ഷേമത്തോടെ നമ്മെ പരിപാലിക്കുന്ന ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായി നമ്മുടെ കരങ്ങളെ തട്ടി കർത്താവിന് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ. ഈ വർഷത്തിന്റെ മൂന്നാമത്തെ ആഴ്ചയും ഹല്ലേലൂയ ആരോഗ്യത്തോടെ, ബലത്തോടെ, സന്തോഷത്തോടെ ദൈവം നടത്തിയ വിധങ്ങൾക്കൊത്തവണ്ണം നന്ദിയുള്ളവരായി ദൈവത്തെ സ്തുതിപ്പാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ സർവകൃപാലുവായ ദൈവം നമ്മെ ഈ പകലിൽ അത്ഭുതകരമായി, അതിശയകരമായി നടത്തിയ വിധങ്ങളെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. കാലിക്കല്ലിൽ തട്ടാതെ, കാലിലെ വീഴ്ചയിൽ നിന്നും, കണ്ണിനെ കണ്ണുനീരിൽ നിന്നും, പ്രാണനെ മരണത്തിൽ നിന്നും നമ്മെ പരിപാലിച്ച, സൂക്ഷിച്ച ദൈവത്തിന്റെ അവിശ്വസ്തതയ്ക്കായി, ദൈവത്തിന്റെ കരുതലിനായി ഹല്ലേലൂയ. എങ്ങനെ കോഴി തന്റെ കുഞ്ഞിനെ ചിറകിന്റെ കീഴിൽ മറയ്ക്കുന്നത് പോലെ ആപത്തുകൾ, അനർത്ഥങ്ങൾ, പീഡകൾ, ദുരിതങ്ങൾ, പകർച്ചവ്യാധികൾ, ഹല്ലേലൂയ, ഭയപ്പെടുത്തുന്ന അനവധി നിരവധി വിഷയങ്ങൾ അനേകരെ തളർത്തിയപ്പോൾ, അനേകരെ കിടത്തിയപ്പോൾ, അനേകരെ തളർത്തു കളഞ്ഞപ്പോൾ ദൈവപൈതലേ, പ്രശ്നങ്ങൾ ഇല്ലാതെയില്ല, പ്രതികൂലങ്ങൾ ഇല്ലാതെയില്ല, വെല്ലുവിളികൾ ഇല്ലാതെയില്ല. ഇതെല്ലാം ഉള്ളപ്പോഴും ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവിൻ. ഞാൻ ലോകത്തെ ജയിച്ചവൻ, ലോകാവസാനത്തോളം എല്ലാ നാളും കൂടെയിരിക്കാമെന്ന് പറഞ്ഞവൻ കൂടെ ഇരുന്ന് അത്ഭുതകരമായി, അതിശയകരമായി ഇന്ന് പകലിൽ നടത്തിയ വിധങ്ങളെ ഓർത്താൽ എങ്ങനെ മൗനമായിരിക്കാൻ കഴിയും? ഹല്ലേലൂയ. യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവർ ചിറകടിച്ചുയരുന്ന കഴുകന്മാരെ പോലെ പറന്നുയരും. അതേ സഹോദരങ്ങളെ, പ്രശ്നങ്ങളുടെ മീതെ, പ്രതികൂലത്തിന്റെ മീതെ, പ്രതിസന്ധിയുടെ മീതെ, തകർച്ചയുടെ മീതെ ഉയർന്ന് പോകത്തക്ക വിധത്തിൽ അതേ ദരിദ്രന്റെ കുപ്പയിൽ നിന്ന് ഉയർത്തുന്ന ദൈവം, താഴ്മയുള്ളവനെ കടാക്ഷിച്ച് ഉയർത്തുന്ന ദൈവം. ഹല്ലേലൂയ. നിന്ദിച്ചവരുടെ മുമ്പിൽ, അവഗണിച്ചവരുടെ മുമ്പിൽ, ഒറ്റപ്പെടുത്തിയവരുടെ മുമ്പിൽ അതേ മേശയൊരുക്കുന്ന, വിരുന്നൊരുക്കുന്ന സർവശക്തരായ ദൈവത്തിന്റെ പുത്രനായ യേശു ക്രിസ്തുവിനെ വിശ്വസിച്ച ഒറ്റ കാരണങ്ങൾ കൊണ്ട് പലരും നിന്നെ ഒഴിവാക്കി, പലരും നിന്നെ ഇറക്കി വിട്ടു, പലരും നിന്റെ തകർച്ച കാണാൻ നോക്കിയിരുന്നു. എന്നാൽ തകർക്കുന്നവന്റെ കയ്യിൽ നിന്നും വിടുവിക്കുന്നവനായ ദൈവത്തിന്റെ കരങ്ങളിൽ സുരക്ഷിതമായിരുന്നു കൊണ്ട് ദൈവനാമ മഹത്വത്തിനു വേണ്ടി ജീവിക്കുവാൻ കൃപ ലഭിച്ച ദൈവമക്കൾ ഇന്ന് രാത്രി എല്ലാ കണ്ണുകളും അടച്ചാട്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തരും വാക്കുമാറാത്തവനുമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ 2021 ആണ്ടിന്റെ മൂന്നാമത്തെ ആഴ്ചയിലും ആരോഗ്യത്തോടെ, ബലത്തോടെ ജീവിപ്പാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിച്ച, ഞങ്ങളെ ബലപ്പെടുത്തിയ, ഞങ്ങളെ ശക്തീകരിച്ച സ്വർഗീയ നല്ല പിതാവാം ദൈവമേ, അങ്ങയുടെ പുത്രനായ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രിയിലും ഞങ്ങൾ ഒരുമിച്ച് ഈ മീഡിയയിലൂടെ, ഈ സ്നേഹതീരം പ്രയർ സെന്റർ അനുദിനിച്ചിരുന്ന ഫേസ്ബുക്ക് ലൈവിലൂടെ ഒരുമിച്ച് അടുത്ത് കൂടുകയാ. ഇന്ന് രാത്രി ഞങ്ങളുടെ നടുവിൽ അങ്ങുള്ളതിനായി സ്തോത്രം. ഭാരത്തോടെ, വേദനയോടെ, നിരാശയോടെ, ആകുലതയോടെ ആരെങ്കിലും ആയിരിക്കുന്നുവെങ്കിൽ സകല ബുദ്ധിയും കവിയുന്ന ദൈവിക സമാധാനം കൊണ്ട് ഇന്ന് രാത്രി വ്യക്തി ജീവിതങ്ങളെ അങ്ങ് നിറപ്പാൻ ശക്തനായ ദൈവമാകയാൽ ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത തിരുവചനത്തിന്റെ ശക്തിയാൽ ഇന്ന് രാത്രി ചില പ്രിയപ്പെട്ടവർ വിടുവിക്കപ്പെടുവാൻ, പാപികൾ മനം തിരിയുവാൻ, പിന്മാറ്റക്കാർ മടങ്ങി വരുവാൻ, രോഗികൾ സൗഖ്യമാകുവാൻ, വിശുദ്ധൻ തന്നെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം ഇടയാകേണ്ടതിന് ബന്ധനമില്ലാത്ത ദൈവവചനത്തിന്റെ ശക്തി ഇന്ന് രാത്രി അങ്ങ് വെളിപ്പെടുത്തുമാറാകണമേ. ക്രൂശിന്റെ മറവിൽ നിന്നുകൊണ്ട് അങ്ങയുടെ മാറ്റമില്ലാത്ത വചനത്തെ പ്രഘോഷിപ്പാൻ സ്വർഗം കൃപ നൽകിയാത്ത ഏത് രാജ്യത്തായിരുന്നാലും, ഏത് ഭവനത്തിലായിരുന്നാലും, ഏതവസ്ഥയിലായിരുന്നാലും ഇന്ന് രാത്രി വിശ്വസിക്കുന്നവരുടെ മേൽ പകരപ്പെടുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ വെളിപ്പെടുത്തി അതെ അവരുടെ കണ്ണുനീര് തുടച്ച് അതേ വിലാപത്തെ നൃത്തമാക്കി ആ സന്തോഷത്തിന്റെ പരിപൂർണതയിലേക്ക് അങ്ങ് കൈപിടിച്ചുയർത്തി മാനിച്ചാട്ട് യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി വിശ്വാസിക്കുന്നവരുടെ മേൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ അങ്ങ് വെളിപ്പെടുത്തി സന്തോഷിക്കുവാൻ ഉതകുമാറ് ഇന്ന് രാത്രി ചില കുടുംബങ്ങളെ കരം പിടിച്ചു ഉയർത്തി മാനിക്കുമാറാ
ആകണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ദൈവജനത്തിന്റെ മുമ്പിൽ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുന്ന അതേ ഗോലിയാത്തിന്റെ ശക്തി പോലെ അതേ പ്രബലപ്പെട്ടുകൊണ്ടിരിക്കുന്ന അന്ധകാര മണ്ഡലങ്ങൾ തകർന്നു വീഴുവാൻ, പൈശാചിക മേഖലകൾ തകർന്നു വീഴുവാൻ ഇടയാകത്തക്ക വിധത്തിൽ ദൈവപ്രവൃത്തി ഇന്ന് രാത്രി വിശ്വസിക്കുന്നവരുടെ മേൽ അങ്ങ് വെളിപ്പെടുത്തി മാനിക്കുകയും ആചരിക്കുകയും ചെയ്യണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ആമേൻ. വാഗ്ദത്തങ്ങളെ പ്രാപിച്ചെടുക്കുവാൻ വിശ്വാസത്തോടെ കാൽച്ചുവടുകളെ വെക്കുന്ന ജനത്തിന്റെ മുമ്പിൽ ശത്രു ഉയർത്തുന്ന മതിലുകൾ അമർന്നു പോകട്ടെ. അത് ചെങ്കടൽ വിഭജിച്ച കർത്താവ്, അത് യോർദാനെ ഹല്ലേലൂയ അറ്റിച്ച കർത്താവ്, ഈയുടെ ബലത്തെ കെടുത്തിയ കർത്താവ് ഇന്ന് രാത്രി ഞങ്ങളുടെ നടുവിലുള്ളതിനായി സ്തോത്രം. ഏലിയാവ് കർമ്മേലിൽ ഇടിഞ്ഞു കിടന്ന യാഗപീഠം പുതുക്കി പണിത് ആമേൻ പ്രാർത്ഥിച്ചപ്പോൾ തീയിറക്കി ദൈവപ്രവൃത്തി വെളിപ്പെടുത്തിയ സ്വർഗത്തിലെ ദൈവമേ, ഈ ദിവസങ്ങളിൽ വ്യക്തിപരമായ ജീവിതത്തെ ക്രമീകരിച്ച ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ഓരോ അവിടുത്തെ മക്കളുടെയും ജീവിതത്തിൽ ദൈവപ്രവൃത്തി വെളിപ്പെടുത്തി അങ്ങ് മാനിക്കണമേ. അത് യേശു ജീവിക്കുന്ന ദൈവമെന്ന് സാക്ഷ്യം വഹിപ്പാൻ അത് സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന വ്യക്തി ജീവിതങ്ങളെ കണ്ണുനീരിലും ദുഃഖത്തിലും നിരാശയിൽ ഒതുക്കിക്കൊണ്ടിരിക്കുന്ന സകല പോരുകൾ യേശുവിന്റെ നാമത്തിൽ അതേ പൊട്ടിമാറി അവർ വിടുതൽ പ്രാപിച്ച് സ്വാതന്ത്ര്യത്തോടെ ഈ കാലഘട്ടങ്ങളിൽ തലമുറയിൽ കർത്താവിനെ ഉയർത്തുവാൻ സഹായിക്കണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അവിടെ നൽകിയ അധികാരം ഉപയോഗിച്ച് ഞങ്ങൾ ഒരുമിച്ച് ശാസിച്ച് ജയമെടുക്കുക. മഹത്വം അവിടത്തേക്ക് അർപ്പിക്കും. പ്രാർത്ഥന കേട്ടതിനായി നന്ദി, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. ഇന്ന് രാത്രി സന്തോഷമുള്ളവർ ചിരിച്ചോണ്ടൊരു ഹല്ലേലൂയ പറഞ്ഞാട്ട് ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. ഭാരത്തോടെ വേദനയോടെ നിരാശയോടായിരുന്ന അനേകര് ഹല്ലേലൂയ നമുക്ക് ചുറ്റുമുണ്ട്. ഹല്ലേലൂയ. ആമേൻ. നമ്മുടെ ചുറ്റുപാട് കണ്ണോടിച്ച് എത്രയോ പ്രിയപ്പെട്ടവരാ കണ്ണുനീരിലും ദുഃഖത്തിലുമായിരിക്കുന്നത്. ഹല്ലേലൂയ. മാതാപിതാക്കൾ നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങൾ, തലമുറകൾ നഷ്ടപ്പെട്ട മാതാപിതാക്കൾ, ജീവിത പങ്കാളികൾ നഷ്ടപ്പെട്ട പ്രിയപ്പെട്ടവർ, ഉറ്റവർ ഉടയവർ, അതേ തകർന്നു പോയവർ, അതേ കണ്ണുനീരിലും ദുഃഖത്തിലുമായിരിക്കുമ്പോൾ ദൈവം നിനക്ക് ദാനമായി നൽകിയ തലമുറകളെ ദൈവം സൂക്ഷിച്ച വിധങ്ങളെ ഓർത്താൽ എങ്ങനെ മൗനമായി ഇരിപ്പാൻ കഴിയും? വിവാഹപ്രായമായ പെൺകുഞ്ഞുങ്ങളുടെ ആൺകുഞ്ഞുങ്ങളുടെ വിവാഹം നടക്കുവാൻ ആഗ്രഹിച്ചിട്ട് അത് സഫലീകരിക്കപ്പെടാതെ കണ്ണുനീരിലും ദുഃഖത്തിലുമായിരിക്കുമ്പോൾ മനുഷ്യനേകരായിരിക്കുന്നത് നന്നല്ല എന്ന് കണ്ട ദൈവം തക്കതായ തുണയെ ഒരുക്കി അനുഗ്രഹിക്കപ്പെട്ടതായ നിലയിൽ തലമുറകളുടെ അതേ വിവാഹം നടക്കത്തക്ക വിധത്തിലുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയ ദൈവത്തിന് ആ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ട് അങ്ങനെ എത്ര എത്ര അനുഭവങ്ങൾ പറഞ്ഞ് ദൈവത്തെ സ്തുതിപ്പാൻ നാം കടപ്പെട്ടവരാ. ഭവനമില്ലാത്തവര് അത് പുതിയ ഭവനം പണിതിട്ട് അത് പൂർത്തീകരിക്കാൻ കഴിയാതെ പാതി വഴിയിൽ നിലച്ചിരിക്കുമ്പോൾ നീ ദൈവകൃപയിൽ ആശ്രയിച്ച് പണി ആരംഭിച്ച ഭവനത്തിന്റെ പണി പൂർത്തീകരിച്ച് അതിൽ പാർത്ത് ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ നിനക്ക് കൃപ നൽകിയ ദൈവത്തിന് കരമടിച്ച് സ്വസ്ത്രം ചെയ്താട്ട് ഹല്ലേലൂയ. ഇന്ന് രാത്രി അത് നിന്റെ ഹൃദയത്തിൽ ആഗ്രഹങ്ങളെ സഫലീകരിച്ച സ്വർഗത്തിലെ ദൈവത്തോട് അതേ നിനക്ക് അതേ ഒരു കടപ്പാടുണ്ട്. കിടക്കാടമില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ആമേൻ. അന്നത്തിന് വകയില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ആമേൻ. നിന്റെ കരങ്ങളിൽ ഉണ്ടെങ്കിൽ അത് പങ്കിടുവാൻ, അതേ ഹല്ലേലൂയ നന്മ ചെയ്യുവാൻ, കൂട്ടായ്മ കാണിക്കുവാൻ എന്ത് ചെയ്യരുത്? മറന്നു പോകരുത്. ഹല്ലേലൂയ. അതേ മടുക്കരുത്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവനാമം എല്ലാ നിലകളിലും മഹിമപ്പെടുവാൻ തക്കവണ്ണം ഇടയായി തീരണം. ഹല്ലേലൂയ. അതെ മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിപ്പാൻ തക്കവണ്ണം സമർപ്പണമുള്ളവരായിരിക്കണം ദൈവമക്കൾ. ഹല്ലേലൂയ. അതെ നശിച്ചുകൊണ്ടിരിക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടി കരയുന്നവരായിരിക്കണം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. ഹല്ലേലൂയ. എത്രയോ യവനക്കാരാ, എത്രയോ യവനക്കാരികളാ, എത്രയോ തലമുറകളാ തകർന്നുകൊണ്ടിരിക്കുന്നത്. ആമേൻ. അന്ത്യകാലമാകിയ സകല ജഡത്തിന്മേലും ഞാൻ എന്റെ ആത്മാവിനെ പകരുമെന്ന് വചനം പറയുന്നു. എന്നാൽ അന്ത്യകാലത്ത് ദുർഗ സമയങ്ങൾ വരുമെന്നും അനേകര് സസ്നേഹികളായി വമ്പു പറയുന്നവരായി വ്യാജാത്മാക്കളെ കൂട്ടുപിടിച്ച് വിശ്വാസം ത്യജിക്കുമെന്ന് വചനമുണ്ട്. അങ്ങനെ പിശാച് അനേകരെ തകർത്തുകൊണ്ടിരിക്കുന്ന ഈ കാലയളവിൽ അതേ അബ്രഹാം ഹല്ലേലൂയ സോദോമിലായിരുന്ന തന്റെ സഹോദര പുത്രനായ ലോത്ത് നശിക്കപ്പെടുവാൻ പോകുന്നുവെന്ന് കേട്ടപ്പോൾ അവന് വേണ്ടി ഇടിവിൽ നിന്ന് കരയുവാൻ തക്കവണ്ണം ഇടയായി. ഒരു മനുഷ്യന്റെ തകർച്ച ആമേൻ അത് വലുതായി കാണുന്ന സ്വർഗത്തിലെ ദൈവം തന്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചു. ഹല്ലേലൂയ. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ദൈവമക്കളോട് ഇങ്ങനെ പറഞ്ഞു, ഞാൻ ചെയ്യുന്നതിലധികം എന്നിൽ വിശ്വസിക്കുന്നവൻ ചെയ്യും. അങ്ങനെയെങ്കിൽ നമുക്ക് ഒരുമിച്ച് ആത്മാക്കളുടെ വിടുതലിന് വേണ്ടി ഹല്ലേലൂയ അതേ യൗവനക്കാരുടെ യൗവനക്കാരികളുടെ വിടുതലിന് വേണ്ടി തലമുറകളുടെ വിടുതലിന് വേണ്ടി ഹല്ലേലൂയ നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. എത്രയോ തലമുറകളാണ് ഓരോ ദിവസവും നശിച്ചുകൊണ്ടിരിക്കുന്നത്, എത്രയോ കുടുംബങ്ങളാണ് തകർന്നുകൊണ്ടിരിക്കുന്നത്. അതേ പിടിച്ചു വലിക്കുന്നു, കൊലപാതകം ചെയ്യുന്നു, തട്ടിക്കൊണ്ടുപോകുന്നു. അങ്ങനെ ഓരോ ദിവസവും
ദിവസവും അതേ മനസ്സിനെ അതേ മുറിപ്പെടുത്തുന്ന തലനലിയിപ്പിക്കുന്ന കാര്യങ്ങൾ കേട്ടുകൊണ്ടാണ് ഓരോ പ്രഭാതവും അതേ നാം എഴുന്നേൽക്കുന്നത്. ഹല്ലേലൂയ. എന്ന് തീരും ഈ കഷ്ടത, എന്ന് തീരും ഈ കണ്ണുനീര്, എന്ന് മാറും ഈ വേദനകൾ? ഭക്തന്മാർ പാടിയ പാട്ടുകൾ പാടി പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ആമേൻ, ദൈവസന്നിധിയിൽ ആനന്ദിക്കാറുണ്ട്. ചേർന്ന് പാടി നമ്മുടെ കരകളെ അടിച്ച് നമ്മുടെ കർത്താവിന് മഹത്വം. ഹല്ലേലൂയ. യേശുവിൻ ചേരകൾ നാം ജയനാമം കൊണ്ടല്ലോ, യേശുവിൻ പ്രിയ മക്കൾ നാം ജയനാമം കൊണ്ടല്ലോ. ചേർന്ന് പാടിയാട്ട് നമ്മൾ യേശുവിന്റെ പ്രിയ മക്കളാണ്. നമുക്ക് ജയമുണ്ട്. നമ്മൾ പരാജയപ്പെട്ടിരിക്കേണ്ടവരല്ല. പരാജയത്തിൽ നിന്നല്ല അവൻ ജയമുള്ളത്. അവൻ ജയാളിയാകുന്ന ക്രിസ്തുവിനെ അറിയുന്നതിലൂടെയാ. അവൻ അത് ജയിച്ചവനെ അറിയുവാൻ കൃപ ലഭിച്ച ദൈവമക്കൾ ചേർന്ന് പാടിയാട്ട് അത് ജയത്തിൽ നിന്ന് നമ്മൾ ആരംഭം കുറിക്കുന്നത്. അവൻ പരാജയത്തിൽ നിന്നല്ലേ, ജയത്തിൽ നിന്നാണ്. അവൻ കൊണ്ടുകൂടെ യുവാകയില്ല എന്നു നിനക്കേണ്ട, നിന്നെ മേലവൻ കൊണ്ടുകൂടെ സൃഷ്ടിക്കും അവൻ കുറവായുള്ളതല്ല, ഏൽപ്പിക്കാത്തൻ കയ്യിൽ സകലത്തെയും നമ്മെ സൃഷ്ടിക്കും അവൻ. ഇന്ന് രാത്രി എത്രത്? ഹല്ലേലൂയ. ഏൽപ്പിക്കാത്തൻ കയ്യിൽ സകലത്തെയും സൈന്യത്താലെ അല്ല, ശക്തിയാലെ അല്ല, ദൈവത്തിന്റെ ആത്മാ ശക്തിയാലേ. ഇത് സൈന്യത്താലെ അല്ല, ശക്തിയാലെ അല്ല, ദൈവത്തിന്റെ ആത്മാ ശക്തിയാലേ. യേശുവിൻ സേനകൾ ജയം നമുക്കുണ്ടല്ലോ, പ്രിയ മക്കൾ നാമല്ലോ ജയം നമുക്കുണ്ടല്ലോ. ജയം നമുക്കുണ്ടല്ലോ, പ്രിയ മക്കൾ നാമല്ലോ ജയം നമുക്കുണ്ടല്ലോ. നിന്നെ തോടുന്നവരോ നിന്നെയല്ല, ദൈവത്തിൻ കൺമണിയെ തന്നെ തോടുന്നു. നിന്നെ തോടുന്നവരോ നിന്നെയല്ല, ദൈവത്തിൻ കൺമണിയെ തന്നെ തോടുന്നു. പുകപോലെ ചിതറുന്നു വയലുകളോ, പുകപോലെ ചിതറുന്നു വയലുകളും. സൈന്യത്താലെ അല്ല, ശക്തിയാലെ അല്ല, ദൈവത്തിന്റെ ആത്മാ ശക്തിയാലേ. ഇത് സൈന്യത്താലെ അല്ല, ശക്തിയാലെ അല്ല, ദൈവത്തിന്റെ ആത്മാ ശക്തിയാലേ. യേശുവേ സേനകൾ നാം ജയം നമുക്കുണ്ടല്ലോ, ആമേൻ. യേശുവിൻ പ്രിയ മക്കൾ നാമല്ലോ ജയം നമുക്കുണ്ടല്ലോ. കഷ്ടതയുണ്ടോ കഷ്ടതയുണ്ടത് സ്ഥിരമെല്ലാം അറിയുക, ഒരു നേരം കൊണ്ടത് നേടുവല്ലോ. പരിഹാരമുണ്ടല്ലോ സർവശക്തൻ നിനക്കരുളുണ്ട്. പരിഹാരമുണ്ടല്ലോ സോദരങ്ങൾക്ക് സർവശക്തൻ നിനക്കരുളുണ്ട്. ശക്തിയാലെ അല്ല, ദൈവത്തിന്റെ ആത്മാ ശക്തിയാലേ. സൈന്യത്താലെ അല്ല, അല്ല, ദൈവത്തിന്റെ ആത്മാ ശക്തിയാലേ. യേശുവിൻ സേനകൾ നാം ജയം നമുക്കുണ്ടല്ലോ.
നമുക്കുണ്ടല്ലോ. Praise the Lord. ഹല്ലേലൂയ. യേശുവിന്റെ പ്രിയ മക്കളായി ആമേൻ ഈ ഭൂമിയിലായിരിക്കാൻ കൃപ ലഭിച്ച ദൈവമക്കൾ കരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടെ കർത്താവിന് സ്തോത്രം ചെയ്താട്ട് ഹല്ലേലൂയ. ദൈവ പൈതലായി മാറിയ ഒരു വ്യക്തിയെ തൊടുമ്പോൾ ഹല്ലേലൂയ അത് ദൈവത്തിന്റെ കണ്ണിലെ കൃഷ്ണമണിയെയാണ് തൊടുന്നത് എന്നാണ് ഹല്ലേലൂയ ഭക്തൻ ആമേൻ എഴുതിയിരിക്കുന്നത്. ഹല്ലേലൂയ. നമുക്കറിയാം ആമേൻ അപ്പോസ്തലന്മാരുടെ കാലത്ത് ശൗൽ ആമേൻ തന്റെ ശിഷ്യന്മാരെ വീട് വീടാന്തരം കയറി ഉപദ്രവിക്കുകയും ദൈവജനത്തെ ആമേൻ തകർക്കുകയും ചെയ്തപ്പോൾ ദമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ച് ആമേൻ സർവശക്തനായ ദൈവം ആമേൻ തന്റെ പുത്രനിലൂടെ അതേ ശൗലിനെ സന്ദർശിപ്പാനിടയായിരുന്നു. ശൗലേ ശൗലേ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് എന്നുള്ളൊരു ശബ്ദം അവൻ അവിടെ വെച്ച് കേൾക്കുകയുണ്ടായി. ഹല്ലേലൂയ. വചനം പറയുന്നു ഹല്ലേലൂയ ദൈവത്തിന്റെ കണ്ണിലെ കൃഷ്ണമണിയാണ് ഹല്ലേലൂയ അത് തൊടുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവമക്കളെ ഹല്ലേലൂയ നാം ദൈവ പൈതലായി പ്രിയ മക്കളായി ശുശ്രൂഷകന്മാരായി ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ഹല്ലേലൂയ നമുക്കെതിരെ കടന്നു വരുന്ന പ്രതിയോഗിയായ പിശാചിനെ കണ്ട് ഹല്ലേലൂയ നാം ഭീരുവായി നടക്കേണ്ട കാര്യമില്ല, നാം നിരാശപ്പെടേണ്ട കാര്യമില്ല. കാരണം ഹല്ലേലൂയ നമ്മോട് കൂടെ ഇരുന്ന് പരിചയായി കോട്ടയായി ഹല്ലേലൂയ താങ്ങായി തണലായി ഹല്ലേലൂയ ബലമായി വെളിപ്പെടുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ട്. യേശു കർത്താവ് ഇങ്ങനെ പറഞ്ഞു ഹല്ലേലൂയ ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും കൂടെയുണ്ട്. കള്ളുകുടിയന്റെ കൂടെ അല്ല കേട്ടോ ഹല്ലേലൂയ ആമേൻ. അത് ദുഷ്ടന്റെ കൂടെ അല്ല കേട്ടോ, പാപിയുടെ കൂടെ അല്ല കേട്ടോ, പരിഹാസിയുടെ കൂടെ അല്ല കേട്ടോ. പിന്നെ ആരുടെ കൂടെയാ? കർത്താവായ യേശു ക്രിസ്തുവിന് വേണ്ടി ജീവിതം സമർപ്പിച്ച് വിശുദ്ധരായി ജീവിക്കുന്ന ദൈവ മക്കളുടെ കൂടെയാ. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാകുവാനുള്ള അധികാരം സ്വർഗം നൽകി. ആ അധികാരം ആമേൻ അത് മിസ്യൂസ് ചെയ്യുവാനല്ല, അധികാരം ഉപയോഗിച്ച് ജീവിക്കുവാൻ കൃപ ലഭിച്ച ദൈവമക്കളാ ഇന്ന് രാത്രി ഈ ലൈവിൽ ആമേൻ എന്നോടൊപ്പം ആ കരമടിച്ച കർത്താവിന് മഹത്വം കൊടുത്താട്ട് ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ ദൈവവചനയ്ക്ക് വചനത്തിന്റെ ചിന്തനയ്ക്ക് ആധാരമായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നൽകിയ വചനം സങ്കീർത്തനങ്ങൾ 107:20 ഹല്ലേലൂയ. നിങ്ങൾക്ക് ദൈവവചനം ആമേൻ അത് അയക്കുവാൻ കഴിയും. ഹല്ലേലൂയ. നിങ്ങൾ ഇരിക്കുന്നിടത്തു നിന്ന് നിങ്ങൾ പറയുന്ന വചനത്തിന്റെ ശക്തി നിമിത്തം ചില അത്ഭുതങ്ങൾ ചില ദൈവ പ്രവർത്തികൾ വെളിപ്പെടുത്തുവാൻ കഴിയും. വിശ്വസിക്കുന്നവർ കരമടിച്ച കർത്താവിന് മഹത്വം കൊടുത്താണ്. ഹല്ലേലൂയ. 107 സങ്കീർത്തനം 20 വാക്യം ഈ മൂന്നാമത്തെ ആഴ്ച ഒടുവിലത്തെ ദിവസം നാം വായിച്ച് ഇന്ന് രാത്രി വേഗത്തിൽ ദൈവം നൽകിയ സന്ദേശം പറഞ്ഞ് ദൈവസന്നിധിയിൽ ഇരിപ്പാൻ കർത്താവിൽ ശരണപ്പെടുന്നു. വായിച്ചാൽ അവൻ തന്റെ വചനത്തെ അയച്ച് അവരെ അവരുടെ കുഴികളിൽ നിന്നും അവരെ വിടുവിച്ചു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി വചന ശ്രോതാക്കളായി ഈ ലൈവിൽ എന്നെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഈ കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിക്കുന്ന വരും ദിവസങ്ങളിൽ ആമേൻ ഈ വചനം ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള വന്ദനം ഞാൻ ചൊല്ലുകയാണ്. ഹല്ലേലൂയ. അവൻ തന്റെ വചനത്തെ അയച്ച് അവരെ സൗഖ്യമാക്കി അവരുടെ കുഴികളിൽ നിന്ന് അവരെ വിടുവിച്ചു. ഹല്ലേലൂയ. ഇന്ന് രാത്രി യോസേഫ് ദർശനമുള്ളവരാ. അവനെ തള്ളി കുഴിയിലിട്ട കണ്ണുകളുടെ മുമ്പിൽ അവനെ ആമേൻ വിടുവിച്ച ഒരു ദൈവം. ഹല്ലേലൂയ. ആമേൻ. അതെ എങ്ങനെയാ? വചനമയച്ച്. ഹല്ലേലൂയ. നീ നാളുകളായി കേട്ടുകൊണ്ടിരിക്കുന്ന വചനം ഹല്ലേലൂയ അതെ കുഴിയിൽ കിടക്കുന്ന നിന്നെ കയറ്റുവാൻ ശക്തിയുള്ളതാ. ഹല്ലേലൂയ. അതെ നീ സ്വയം ആമേൻ കുഴിയിൽ വീണതാണോ അതോ നിന്നെ തള്ളിയിട്ടതാണോ? ഹല്ലേലൂയ. ഏതുമാകട്ടെ തള്ളിയിട്ടവർ കാലിയെ കൈപിടിച്ചുയർത്തുവാൻ ശക്തരായ ദൈവം. ഹല്ലേലൂയ. സ്വയം വീണ അവസ്ഥയാണെങ്കിൽ ആമേൻ അതെ ആ ദൂർത്തപുത്രൻ നിന്ന് ആമേൻ അതെ യേശു കർത്താവ് ആമേൻ പറഞ്ഞ ആ മകൻ അപ്പാ ഞാൻ സ്വർഗ്ഗത്തോട് നിന്നോട് പാപം ചെയ്തിരിക്കുന്നു, ഇനി നിന്റെ മകനെന്ന് വിളിക്കപ്പെടുവാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞ് ആമേൻ സ്വയമായി എഴുന്നേറ്റ് സഞ്ചരിക്കുവാൻ സമർപ്പിക്കപ്പെട്ടവനെ പോലെ അല്ല ദാനിയേലിനെ പോലെ ആമേൻ അതെ രാജാവിന്റെ വീഞ്ഞു കൊണ്ടോ ആഹാരം കൊണ്ടോ ഞാൻ എന്നെ തന്നെ അശുദ്ധനാക്കത്തില്ലെന്ന് പറഞ്ഞ അല്ല ദാവീദിനെ പോലെ ആമേൻ ഞാൻ പാപം ചെയ്തു. ഹല്ലേലൂയ. എന്റെ പാപം എപ്പോഴും എന്റെ മുന്നിൽ ഇരിക്കുന്നു. ആമേൻ സ്ഥിരമായ ഒരു ആത്മാവിനെ എന്നിൽ പകരണമേ, ആ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആമേൻ അനുദപിക്കുന്നവരോട് കരുണ കാണിക്കുന്ന കരുണാമയനായ ദൈവത്തിന്റെ കരം രക്ഷിപ്പാൻ കഴിയാതെ കണ്ട് കുറുകെ പോയിട്ടില്ലെന്നേ, കേൾപ്പാൻ കഴിയാതെ കണ്ട് ചെവി മന്ദമായിട്ടുമില്ല. അവൻ തന്റെ വചനത്തെ അയച്ച് അവരെ സൗഖ്യമാക്കി. ആരാണവർ?
ഹല്ലേലൂയ. ഒറ്റ രാത്രി കൊണ്ട് എന്റേതെന്ന് മാറിയ യാക്കോബിനോട് ചോദിച്ച യാക്കോബ് പറയും, എനിക്കുണ്ടായിരുന്ന എന്റെ നന്മകളെയല്ല, എന്റെ കൂടെ ഉണ്ടായിരുന്ന എന്റെ ജീവിത പങ്കാളികളെ, എനിക്കുണ്ടായ മക്കളെ രാത്രിയിൽ അക്കരെ കൊണ്ട് കടത്തിയിട്ട് ഞാൻ ഒറ്റയ്ക്ക് എന്റെ ദൈവവുമായിട്ട് സമയം ചെലവഴിച്ചപ്പോ അടുത്ത പ്രഭാതത്തിൽ ഹല്ലേലൂയ ഒരു ജനമെന്നിൽ നിന്ന് എഴുന്നേറ്റ് വരത്തക്ക വിധത്തിൽ ഉയരത്തിൽ അനുഗ്രഹം എന്റെ മേൽ ചൊരിഞ്ഞ ദൈവത്തെ കുറിച്ച് യാക്കോബിന് പറയുവാനുണ്ട്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നീ കേട്ട വചനം നിന്നിലൂടെ ഒരു കൂട്ടത്തെ വെളിയിലേക്ക് കൊണ്ടുവരുവാൻ ദൈവത്തിന് കഴിയത്തക്ക വിധത്തിൽ ഹല്ലേലൂയ ശക്തിയുള്ളതാ. ഞാൻ പറഞ്ഞു വരുന്നത്, ഹല്ലേലൂയ നീ കേട്ടുകൊണ്ടിരിക്കുന്ന വചനത്തെ അതെ തിരിച്ചറിയുമെങ്കിൽ, ഹല്ലേലൂയ ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് മോക്ഷത്വവും ആമേൻ വിശ്വസിക്കുന്നവർക്ക് ദൈവശക്തിയുമായി വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി കഷ്ടമുള്ള, വേദനയുള്ള, നിരാശയുള്ള, സങ്കടമുള്ള, പ്രതികൂലമുള്ള, രോഗമുള്ള ലോകത്ത് വചനം കേൾക്കുന്നവര് അന്നും ഇന്നും എന്നും വിടുവിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാ. അത് രക്ഷ പ്രാപിച്ചു കൊണ്ടിരിക്കുകയാ, സൗഖ്യമായി കൊണ്ടിരിക്കുകയാ. ആമേൻ. വചനമയച്ച് സൗഖ്യമാക്കുന്ന ദൈവം ഹല്ലേലൂയ ഇന്ന് രാത്രി കേട്ടുകൊണ്ടിരിക്കുന്ന വചനത്തെ വിശ്വസിക്കുവാൻ തയ്യാറായ ചില സൗഖ്യം, ചില വിടുതൽ ഹല്ലേലൂയ നിന്റെ ജീവിതത്തിൽ, നിന്റെ തലമുറയിൽ, നിന്റെ കുടുംബത്തിനകത്ത് വെളിപ്പെടുത്തുവാൻ ദൈവം ഇന്നും ശക്തനെന്ന് പറഞ്ഞാൽ എത്ര പേർ രാത്രിയിൽ ആമേൻ പറഞ്ഞ് കരമടിച്ച് എന്നോട് ചേർന്ന് കർത്താവിന് മഹത്വം കൊടുക്കും. ഹല്ലേലൂയ. അവൻ തന്റെ വചനമയച്ച് അവരെ സുഖപ്പെടുത്തി. ഹല്ലേലൂയ. എങ്ങനെയുണ്ട്? സുഖമായിരിക്കുന്നുവോ? ആ മുഖത്ത് നോക്കി സുഖമായിരിക്കുന്നു പറയുന്നവരുണ്ട്. ഹല്ലേലൂയ. ഒരു സുഖമില്ലാതിരിക്കുമ്പോഴും പറയുന്നതിനൊരു സുഖമാ, അല്ലെ? ഇന്ന് രാത്രി നീ പറയുന്നത് പാഴായി പോകാതെ, നീ പറയുന്നത് വൃഥാവായി പോകാതെ യേശു കർത്താവ് പറഞ്ഞു, മാർത്തേ, മറിയേ, നീ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണുക തന്നെ ചെയ്യോ. രോഗമായി കഴിയുന്ന, പീഡയിലൂടെ കടന്നു പോകുന്ന, ദുഃഖത്തിലൂടെ കടന്നു പോകുന്ന ആരൊക്കെയോ ഇന്ന് രാത്രി ഈ ലൈവിൽ എന്നെ ശ്രദ്ധിക്കുന്നു. ആത്മാവ് തെളിവായി പറയുമ്പോൾ ഇന്ന് രാത്രി വേദനയുടെ നടുവിലും, കഷ്ടതയുടെ നടുവിലും, പ്രതികൂലത്തിന്റെ നടുവിലും ഇന്നലെ നീ അവന്റേതായി മാറി അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവ മക്കളാകുവാൻ അധികാരം കൊടുത്തു. അധികാര പരിധിക്കകത്തായിരിക്കുന്ന നിന്റെ ജീവിതത്തിൽ കണ്ണുനീരും ദുഃഖവും ആമൻ പേറി കഴിയുന്ന ഒരു വ്യക്തിത്വത്തിന് ഉടമയാണെങ്കിൽ ഇന്ന് രാത്രി അനുതാപത്തോടെ കണ്ണുനീരോടെ ദൈവ സന്നിധിയിലേക്ക് അടുത്തു വരുമെങ്കിൽ കരുണാമയൻ കരുണ കാണിച്ച് നിന്നോട് ആമേൻ അതെ അടുത്തു വന്ന് ഇന്ന് രാത്രി വചനമയച്ച് നിന്നെ വിടുവിക്കുവാൻ, നിന്നെ സൗഖ്യമാക്കുവാൻ, അതെ സന്തോഷത്തോടെ പരിപൂർണതയിലേക്ക് കൈപിടിച്ച് നടത്തുവാൻ തക്കവണ്ണം ഇടയായി തീരും. കാരണം വചനം പറയുന്നു, അവൻ തന്റെ വചനമയച്ച് അവരെ സുഖപ്പെടുത്തി. ആരാണവർ? ഹല്ലേലൂയ. ഒരു കാലത്ത് അത് ഫറവോന്റെ അടിമത്വത്തിൽ കിടന്നവർ, ഒരു കാലത്ത് മത്സരികളായിരുന്നവർ, ഒരു കാലത്ത് ദൈവത്തിൽ അന്യപ്പെട്ടു പോയവർ, അവരെ ദൈവത്തോട് അടുപ്പിക്കുവാൻ കാലാനുസൃതമായി ദൈവം ഓരോ വ്യക്തികളെ എഴുന്നേൽപ്പിച്ചു. പ്രവാചകന്മാർ, ന്യായാധിപന്മാർ, രാജാക്കന്മാർ, പ്രമാണിമാർ, അങ്ങനെ പുരോഹിതന്മാർ, അങ്ങനെ ദൈവം എഴുന്നേൽപ്പിച്ചു. ആമേൻ. അവരിൽ പലരും അനുസരണക്കേട് ചെയ്ത് അകന്നു പോയപ്പോ ഏറ്റവും ഒടുവിൽ കരുണാസമ്പന്നനായ ദൈവം തന്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചു. ഹല്ലേലൂയ. അവൻ വന്നിട്ട് ആമേൻ ആമേൻ അനേകരെ സൗഖ്യമാക്കി, അനേകരെ വിടുവിച്ചു, ഇന്നും വിടുവിച്ചു കൊണ്ടേയിരിക്കുന്നു. ഇന്ന് രാത്രി അത് കേട്ട വചനം ഹല്ലേലൂയ അത് വിശ്വസിക്കുന്നുവെങ്കിൽ അത് ദൈവശക്തിയായി വെളിപ്പെട്ടു വരിക തന്നെ ചെയ്യും. ഹല്ലേലൂയ. അവരെ സുഖപ്പെടുത്തി, അവരുടെ നാശങ്ങളിൽ നിന്ന് അവരെ എന്ത് ചെയ്തു? വിടുവിച്ചു. അതേ സഹോദര, അതേ സഹോദരി, അതേ കൂടപ്പിറപ്പേ, അതേ മാതാവേ, അതേ അഭിഷക്തനെ, നിന്റെ നാശം കാണുവാൻ പതിയിരിക്കുന്ന ദുഷ്ടപിശാചിന്റെ മുമ്പിൽ നിനക്ക് വിരുന്നൊരുക്കുന്ന, നിനക്ക് മേക്ഷയൊരുക്കുന്ന ഒരു ശക്തരായ ദൈവത്തെ അത്രേ കരുണാമയൻ ഭൂമിയിൽ വെളിപ്പെടുത്തിയത്. ഹല്ലേലൂയ. ദൈവവചനം ഹല്ലേലൂയ അതെ നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി, നിങ്ങളുടെ അനുഗ്രഹത്തിന് വേണ്ടി, നിങ്ങളുടെ സേവനത്തിന് വേണ്ടി, ഹല്ലേലൂയ നിങ്ങളുടെ നല്ല ആഗ്രഹങ്ങൾ ആമേൻ ചെയ്യാൻ നിങ്ങൾക്ക് ഹല്ലേലൂയ ഈ വചനം ശക്തി നൽകും. ഹല്ലേലൂയ. ഈ വചനം നിങ്ങൾ എവിടെ വിളിച്ചു പറയുന്നുവോ ആ വചനത്തിന് ശക്തിയുണ്ട്. ഹല്ലേലൂയ. സർവശക്തനായ ദൈവം ആമേൻ തന്റെ വചനമില്ലാതെ ഒന്നും ആമേൻ ചെയ്തതായി കാണുന്നില്ല. ഹല്ലേലൂയ. അവന്റെ ശബ്ദം എവിടെയെല്ലാം കേൾപ്പിച്ചിട്ടുണ്ടോ അവിടെയെല്ലാം ദൈവപ്രവൃത്തി നടന്നിട്ടുണ്ട്. ഹല്ലേലൂയ. എല്ലാ ഉദ്ദേശങ്ങളും നിറവേറ്റുന്നതിന് ആമേൻ ദൈവം തന്റെ വചനം ഹല്ലേലൂയ അയക്കുവാൻ തക്കവണ്ണം
തക്കവണ്ണം ഇടയായി തീർന്നു. അവന് ശാപ്രവാചകന്റെ കാലഘട്ടങ്ങളിൽ അവൻ ജനത്തോട് ദൈവം തന്റെ വചനത്തിലൂടെ ഇടപെട്ടത് ഇങ്ങനെയാ. യശയ്യാപ്രവാചകന്റെ പുസ്തകം 55:11 വായിക്കുമ്പോൾ, എന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എന്റെ വചനമായിരിക്കും, അത് വെറുതെ എന്റെ അടുക്കലേക്ക് മടങ്ങി വരാതെ എനിക്ക് ഇഷ്ടമുള്ളത് നിവർത്തിക്കുകയും ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കുകയും ചെയ്യും. അതേ സ്നേഹിതരെ, അതേ സഹോദര, അതേ മാതാവേ, അതേ കുഞ്ഞെ, അതേ കൂടപ്പറപ്പേ, അഭിഷേക, ഇന്ന് രാത്രി താങ്കളോടായി ദൈവത്തിന്റെ ആത്മാവ് ഇങ്ങനെ പറയുന്നു, എന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എന്റെ വചനം ഇന്ന് രാത്രി എന്റെ ശബ്ദത്തിലൂടെ, ഈ ലൈവിലൂടെ ശ്രോതാവേ, ഏത് രാജ്യത്തിൽ ഇരുന്നു കൊണ്ടാണ്, ഏത് ഭവനത്തിൽ ഇരുന്നു കൊണ്ടാണ്, ഏത് ഹോസ്പിറ്റലിൽ ഇരുന്നു കൊണ്ടാണ്, ഏത് കണ്ണുനീരിൽ ഇരുന്നു കൊണ്ടാണ്, ഏത് തകർച്ചയുടെ വക്കിലിരുന്നു കൊണ്ടാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്, അത് താങ്കളോടായി ഇന്ന് രാത്രി ദൈവാത്മാവ് പറയുന്നു, അവൻ തന്റെ വചനമയച്ച് അവരെ സുഖപ്പെടുത്തി അവരുടെ നാശങ്ങളിൽ നിന്ന് അവരെ വിടുവിച്ചു. ചില നാശത്തിനകത്ത് നിന്ന്, അവൻ ചില രോഗ കിടക്കയിൽ നിന്ന്, ചില മരണപാശങ്ങൾ ചുറ്റിയിരിക്കുന്ന അനുഭവത്തിൽ നിന്ന്, ചില തകർച്ചയുടെ വക്കിൽ നിന്ന്, അത് ചില ജപ്തിക്കകത്ത് നിന്ന്, ചില കടക്കിണിക്കകത്ത് നിന്ന് നിന്നെ വിടുവിക്കുവാൻ, അത് നിന്റെ ശരീരമാസകലം വേദനയിട്ടുകൊണ്ട് നിന്നെ നിത്യ രോഗിയാക്കി അത് മരണത്തിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോകുന്ന ആ മരണപാശത്തിനകത്ത് നിന്ന് നിന്നെ വിടുവിക്കുവാൻ, നിന്നെ സുഖപ്പെടുത്തുവാൻ, നിന്നെ കൈപിടിച്ചുയർത്തുവാൻ ശക്തിയുള്ള ഉൾനട്ട ജീവന്റെ വചനം ഇന്ന് രാത്രി നിന്റെ കാതുകളിൽ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, ഇന്ന് രാത്രി നീ വിശ്വസിക്കുവാൻ തയ്യാറായെങ്കിൽ വചനം പറയുന്നു, എന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എന്റെ വചനമായിരിക്കും. ഹല്ലേലൂയ. അത് വെറുതെ എന്റെ അടുക്കിലേക്ക് മടങ്ങി വരാതെ എനിക്ക് ഇഷ്ടമുള്ളത് നിവർത്തിക്കുകയും ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കുകയും ചെയ്യും. ആമേൻ. സർവശക്തനായ ദൈവം എന്തുദ്ദേശത്തോടു കൂടെയാണോ നൂറ്റാണ്ടുകളായി എഴുതപ്പെട്ട 66 പുസ്തകങ്ങൾ അടങ്ങിയ സത്യവേദ പുസ്തകത്തിനകത്ത് ആത്മാവിൽ എഴുതുവാൻ വെളിപ്പെടുത്തി കൊടുത്ത വചനം എഴുതിപ്പിച്ചത്, അത് അതിന്റെ തനിമ നഷ്ടപ്പെടാതെ എവിടെയെല്ലാം കേൾക്കുവാൻ ദൈവം അവസരം ഒരുക്കിയിട്ടുണ്ടോ, അത് അങ്ങനെ വിശ്വസിക്കുവാൻ തയ്യാറായവരിൽ ദൈവ പ്രവൃത്തി വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതെ, പ്രാരംഭ തിരുവെഴുത്തിൽ ആമേൻ തന്റെ ജനത്തെ സുഖപ്പെടുത്തുന്നവനും അവരെ നാശത്തിൽ നിന്ന് വിടുവിക്കുന്നവനുമായ ഒരു ദൈവം തന്റെ വചനത്തെ കാലകാലങ്ങളായി ഈ ഭൂമിയിലേക്ക് അയച്ചുകൊണ്ടിരിക്കുന്നതിനെ കുറിച്ചാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. നമുക്ക് പിന്തുടരുവാൻ അവനൊരു മാതൃക നൽകിയിരിക്കുകയാണ്. ഹല്ലേലൂയ. അതിനാൽ നമ്മുടെ ജീവിതത്തിന്റെ ഏത് മേഖലയിലും നമുക്ക് ആമേൻ രോഗശാന്തി ആവശ്യമായി വരുമ്പോൾ, ഹല്ലേലൂയ, ആമേൻ, അതൊരു രോഗമാകാം, ഒരു ഭാരമാകാം, ഒരു വേദനയാകാം, ഹല്ലേലൂയ, ആമേൻ, ഒരു ദേശമാകട്ടെ, ഒരു ഭവനമാകട്ടെ, ഒരു രാജ്യമാകട്ടെ, ഒരു സംസ്ഥാനമാകട്ടെ, എവിടെയുമാകട്ടെ, ആ പ്രദേശത്തെ സുഖപ്പെടുത്തുവാനും, ഹല്ലേലൂയ, നാശത്തിൽ നിന്ന് വിടുവിക്കുവാനും അവൻ ആമേൻ, ഹല്ലേലൂയ, തന്റെ വചനം അതെ അയച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടത്രേ പ്രേക്ഷിത പ്രവർത്തനത്തിന്റെ ഭാഗവാക്കാകുവാൻ വിശ്വസ്തരെണ്ണി വേലക്കാക്കി വെച്ചിരിക്കുന്ന ശിഷ്യന്മാരോട് പറഞ്ഞത്, നിങ്ങൾ ഭൂലോകത്തൊക്കെയും പോയി സകല സൃഷ്ടികളോട് സുവിശേഷം പ്രസംഗിക്കണമെന്ന്. ലോകത്തിന്റെ ഏത് മുക്കിലും മൂലയിലും അത് സൗഖ്യമാക്കുവാൻ തക്കവണ്ണം ശക്തരായ ദൈവത്തെ വെളിപ്പെടുത്തുവാൻ ഉത്തരവാദിത്വമുള്ളവരത്രേ ദൈവമക്കൾ. ഇന്ന് രാത്രി അത് തിരിച്ചറിയുന്നവർ കരമടിച്ച കർത്താവിന് മഹത്വം കൊടുത്താണ്. ഹല്ലേലൂയ. അത് ദൈവ വചനം അല്ലെങ്കിൽ വിശുദ്ധ തിരുവെഴുത്തുകൾ, ഹല്ലേലൂയ, അന്നും ഇന്നും വളരെ ശക്തിയോടെ അത് പ്രബലപ്പെട്ടുകൊണ്ടിരിക്കുന്നു, വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അത് അതിന്റെ പ്രവൃത്തി അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനെ നമുക്ക് ആമേൻ അതെ വില കുറച്ച് കാണേണ്ട കാര്യമില്ല. ഹല്ലേലൂയ. ആമേൻ. അതിനെ അസാധമാക്കുവാൻ, അതിന്റെ ശക്തി ഇല്ലാതാക്കുവാൻ ആർക്കും കഴിയത്തില്ല. അന്നും ഇന്നും അതിനെതിരെ അതേ ശക്തി ഉയർത്തിയവരെല്ലാം അമ്പെ പരാജയപ്പെട്ടിട്ടുണ്ട്. എബ്രായ ലേഖനം 4-ാം അധ്യായം അതിന്റെ 12-ാം വാക്യം ഇങ്ങനെ നമുക്ക് കാണുവാൻ കഴിയുന്നു. ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളതുമാണ്, ഇരുവായ്ത്തലയുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും മജ്ജകളെയും, ഹല്ലേലൂയ, അത് വേർപിടിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു. അതുകൊണ്ട് അവന്റെ മുമ്പിൽ മറഞ്ഞിരിക്കുവാൻ പറ്റത്തില്ല. ആരവന്റെ മുമ്പിൽ വന്നിട്ടുണ്ടോ, ആരെ അവൻ കണ്ടിട്ടുണ്ടോ, അവന്റെ A to Z സകല മേഖലകളെ വിവേചിച്ചുകൊണ്ട് തന്റെ വചനത്താൽ അതെ ശുദ്ധീകരിച്ച് നിർമ്മല മനസാക്ഷി കുടമയാക്കി അവനെ ദൈവത്തിന് കൊള്ളാവുന്നവനായി ഈ ഭൂമിയിൽ
എവിടെയായിരുന്നാലും അവന്റെ സഹോദരങ്ങൾക്ക്, അവന്റെ മാതാപിതാക്കൾക്ക്, അവന്റെ ജീവിത പങ്കാളിക്ക് അനുഗ്രഹമാകത്തക്ക വിധത്തിൽ രൂപാന്തരപ്പെടുത്തുവാൻ കഴിവുള്ള ജീവന്റെ വചനം എവിടെയെല്ലാം കേൾക്കുവാൻ അവസരം ലഭിച്ചിട്ടുണ്ടോ അത് കേട്ടവരും അത് വിശ്വസിച്ചവരും അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ട്. നരഭോജിയെ നരസ്നേഹിയാക്കി മാറ്റുവാൻ കഴിയുന്ന ഒരേ ഒരു വചനം അത് ട്രിവാൻഡ്രം, ഹല്ലേലൂയ, കേരളത്തിന്റെ തലസ്ഥാന നഗരിയായ ട്രിവാൻഡ്രത്ത് ചെങ്കൽ ചൂള എന്ന് പറയുന്ന സ്ഥലം ആമേൻ കേട്ടിട്ടുള്ളവരും കേൾക്കാത്തവരും നിരവധി ആമേൻ ഉണ്ടാകാം. രാത്രി ചെങ്കൽ ചൂളയെ കുറിച്ച് നിങ്ങൾ ആമേൻ ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ അതേ ഭയാനകമായ ദിനരാത്രങ്ങൾ, ആമേൻ കൊലപാതകവും പിടിച്ചുപറിയും, ആമേൻ ഉറക്കമില്ലാത്ത രാത്രികൾ. എന്നാൽ അവിടെ ഒരു ശാന്തതയുണ്ടായത്, അവിടെ ഒരു സമാധാനം ഉണ്ടായത് അത് കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം അത്രേ. ഇന്ന് രാത്രി ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത തിരുവചന സത്യങ്ങൾ ലോകത്തിന്റെ മധ്യസ്ഥാനമായ പാലസ്തീനായി ഇന്നേക്ക് 2021 വർഷങ്ങൾക്കപ്പുറത്ത് ജനിച്ച നസ്രയത്തുകാരനായ യേശു ക്രിസ്തുവിനെ കുറിച്ച് ലോകത്തിൽ എവിടെയെല്ലാം പ്രസംഗിച്ചിട്ടുണ്ടോ അവിടെയെല്ലാം അത് വലിയ ദൈവപ്രവൃത്തിയെ ദൈവം വെളിപ്പെടുത്തിയിട്ടുണ്ട്. അത് നിരാശരായി കിടന്ന ജനത്തെ സന്തോഷത്തിലേക്ക് കൈപിടിച്ച് ഉയർത്തിയിട്ടുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ വചനമാണ്. ഹല്ലേലൂയ. എന്തിന് ഹല്ലേലൂയ രണ്ടക്ഷരം കൂട്ടി വായിക്കുവാൻ അത് ഇന്ന് കേരളീയരായിരിക്കുന്ന നമുക്ക് ഹല്ലേലൂയ ഇടയായി തീർന്നത് മിഷണറിമാർ ആമേൻ അതെ നമ്മുടെ നാട്ടിൽ എത്തപ്പെട്ടത് കൊണ്ട് അവൻ അച്ചടി യന്ത്രം കണ്ടുപിടിക്കപ്പെട്ടു, അക്ഷരം ആമേൻ ലിപികൾ കണ്ടുപിടിക്കപ്പെട്ടു. എന്തിന് ആമേൻ മാറുമറയ്ക്കുന്ന വസ്ത്രം ധരിക്കുവാൻ, എന്തിന് മനോഹരമായ നിലയിൽ ആമേൻ അത് ഭവനങ്ങളും വീടുകളും സാമഗ്രികളും ആമേൻ നമുക്ക് ഉണ്ടാകുന്നതിന് പിന്നിൽ സത്യവേദ പുസ്തകം ചുമ്മിക്കൊണ്ട മിഷണറിമാർ നമ്മുടെ രാജ്യത്ത് എത്തിയത് കൊണ്ട് നിഷേധിക്കുന്നവർക്ക് നിഷേധിക്കാം, എന്നാൽ ചരിത്രം പഠിക്കുന്നവർക്കറിയാം. ആമേൻ പള്ളിക്കുടം അതെ പള്ളിയോട് ചേർന്നുള്ള ആമേൻ സ്കൂളുകളിൽ പഠിക്കുവാൻ അവസരം ലഭിച്ച അതേ വ്യക്തികളാണ് ഇന്ന് ആമേൻ നമ്മെ പോലെ അതേ ശബ്ദമായി സംസാരിക്കുവാൻ, അക്ഷരങ്ങൾ കൂട്ടിച്ചേർത്ത് അമ്മ എന്ന് വിളിക്കുവാൻ, അച്ഛ എന്ന് വിളിക്കുവാൻ ഇടയായി തക്ക വിധത്തിൽ ലിപികൾ അതേ നമുക്ക് ലഭിക്കാൻ ഇടയായി തീർന്നതെന്ന് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് അവന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല, സകലവും അവന്റെ കണ്ണിന് നഗ്നവും മലർന്നതുമായി കിടക്കുന്നു. അവനായിട്ടുമാകുന്നു നമുക്ക് കാര്യമുള്ളത്. ഞാനായിരിക്കുന്ന പാലക്കാടിന്റെ ചരിത്രം എടുത്തു നോക്കിയാൽ ആമേൻ അതെ മിഷൻ സ്കൂൾ എന്ന് പറയുന്ന ആമേൻ ഒരു സ്കൂൾ അത്രേ ആദ്യമായി പാലക്കാട് ജില്ലയിൽ ആയിരിക്കുന്ന ജനതയ്ക്ക് പഠിക്കുവാൻ വേണ്ടി ആമേൻ ക്രമീകരിക്കപ്പെട്ടത്. ആ സ്കൂളിന്റെ പിന്നാമ്പുറം നോക്കുമ്പോൾ അത് സ്ഥാപിക്കപ്പെട്ടത് മിഷണറിമാർ നിമിത്തമാണ്. അങ്ങനെ ലോകത്തിന്റെ ഏത് മുക്കിനും മൂലയിലും നോക്കിയാൽ ഹല്ലേലൂയ അതെ രണ്ടക്ഷരം ചേർത്ത് വായിക്കുവാൻ അത് ഇടയായി തീർന്നത് സത്യ സുവിശേഷത്തിന്റെ വിത്തുമായി കടന്നു വന്ന മിഷണറിമാർ നിമിത്തമാണ്. ഹല്ലേലൂയ. ആമേൻ. അതെ അവിശ്വാസമുള്ള ദുഷ്ടഹൃദയത്തെ കുറിച്ച് പറയുന്നു. പാപത്തിന്റെ വഞ്ചനയാൽ കഠിനമാക്കപ്പെട്ട ഹൃദയം. ഹല്ലേലൂയ. അപ്പോ നമ്മുടെ ഹൃദയത്തിനകത്തൊരു മാറ്റം വന്നെങ്കിൽ മാത്രമേ ആമേൻ നമ്മുടെ നാട്ടിനൊരു മാറ്റം വരത്തുള്ളൂ, നമ്മുടെ വീട്ടിനൊരു മാറ്റം വരത്തുള്ളൂ. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ ചിന്തകളെയും നമ്മുടെ ഭാവങ്ങളെയും അത് വിവേചിച്ചുകൊണ്ട് നിർമ്മല മനസ്സാക്ഷിക്കുടമയാക്കി മാറ്റുവാൻ കഴിയുന്ന ജീവന്റെ വചനം ഇന്ന് രാത്രി ശ്രോതാവേ നീ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിന്നിൽ ഒരു മാറ്റം, നിന്റെ കുടുംബത്തിൽ ഒരു മാറ്റം, നിന്റെ തലമുറയിൽ ഒരു മാറ്റം, നിന്റെ രാജ്യത്തൊരു മാറ്റം, നിന്റെ ദേശത്തൊരു മാറ്റം സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. അത് കാലാകാലങ്ങളായി മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന നിയമങ്ങൾ അനേകർക്ക് കുരുക്കും തലവേദനയുമായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ മാറ്റമില്ലാത്ത മാറാത്ത വചനം കുരുക്കുകളിൽ നിന്ന് അതേ അടിമനുഖത്തിൽ നിന്ന് അതേ രോഗ അവസ്ഥയിൽ നിന്ന് ആമേൻ അതേ നാശത്തിൽ നിന്ന് അനേകരെ വിടുവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാത്രിയിലും ആ വചനത്തിന് ശക്തിയുണ്ട്. കേൾക്കുന്ന നിന്നെ ആ നാശത്തിനകത്ത് നിന്ന് ആ രോഗത്തിനകത്ത് നിന്ന് വിടുവിക്കുവാൻ അന്നും ഇന്നും അത് വ്യാപരിക്കുന്ന ഒരേ ഒരു ശക്തി ദൈവവചനത്തിനകത്തുണ്ട്. ഹല്ലേലൂയ. അത് അനുഭവിക്കുവാൻ കഴിയുന്നത് വിശ്വസിക്കുന്നവർക്കാണ്. ഹല്ലേലൂയ. ആമേൻ. അവിശ്വാസമുള്ള ഹല്ലേലൂയ ദുഷ്ടഹൃദയത്തെ കുറിച്ച് ആമേൻ എന്താ പറയുന്നത്? ഹല്ലേലൂയ. അവന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല, സകലവും അവന്റെ കണ്ണിന് നഗ്നവും മലർന്നതുമായി കിടക്കുന്നു. അവനുമായിട്ടാകുന്നു നമുക്ക് കാര്യമുള്ളത്. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയമുള്ളവരെ ആമേൻ സഹോദരന്മാരെ, ജീവനുള്ള ദൈവത്തെ
ത്യജിച്ചു കളയാതിരിക്കേണ്ടതിന് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങളിൽ ആർക്കും ഉണ്ടാകാതിരിപ്പാൻ നോക്കുവിൻ. ഇന്ന് രാത്രി ഈ ലൈവിലൂടെ എന്നെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന മാന്യ ശ്രോതാവേ, താങ്കൾ ആരുമാകട്ടെ, ഹല്ലേലൂയ, പറയുവാൻ പലതും ഉണ്ടാകാം. പക്ഷേ നിന്റെ ഹൃദയം ഹല്ലേലൂയ എങ്ങനെയുള്ളതായിരിക്കരുത്? ദുഷ്ടഹൃദയമാകരുത്. ഹല്ലേലൂയ. ദുഷ്ടഹൃദയം നിനക്കുണ്ടെങ്കിൽ നിന്റെ വീട് നശിക്കും. ഹല്ലേലൂയ. നിന്റെ നാട് നശിക്കും, നിന്റെ തലമുറകൾ നശിക്കും. ഹല്ലേലൂയ. നീ നശിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയത്തെ കുറിച്ച് എന്താ പറയുന്നത്? ഹല്ലേലൂയ. പാപത്തിന്റെ ആ വഞ്ചനയാൽ കഠിനമാക്കപ്പെട്ട ഒരു ഹൃദയം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് മാതാവിനെ വെട്ടിക്കൊല്ലാൻ മടി കാണിക്കാത്ത തലമുറ, സ്വന്തം ഭർത്താവിനെ കോടാലി കൊണ്ട് കുത്തി വിറക് കീറുന്നത് പോലെ കൊല്ലാൻ മടിയില്ലാത്ത ഭാര്യമാർ. ആമേൻ. അതെ, ഭാര്യയെ ഏത് നിലയിലും ആമേൻ കൊല്ലുവാൻ മടിയില്ലാത്ത ഭർത്താക്കന്മാർ. ഹല്ലേലൂയ. സ്വന്തം ആമേൻ ഉദരത്തിൽ നിന്ന് പുറത്തു വന്ന കുഞ്ഞിനെ റബ്ബർ തോട്ടത്തിലെ കരികിലക്കൂട്ടത്തിനകത്ത് എടുത്തിട്ട് ആമേൻ പോകുവാൻ കളയുവാൻ മടിയില്ലാത്ത ആമേൻ തലമുറ. ഹല്ലേലൂയ. അതെ, ജനിച്ച കുഞ്ഞിനെ കരിങ്കൽ ഭിത്തിയിൽ എറിഞ്ഞു കൊല്ലുവാൻ മടിയില്ലാത്ത ആമേൻ ഒരു ലോകം. ഹല്ലേലൂയ. എന്തുകൊണ്ടാണ്? ആമേൻ പാപത്തിന്റെ വഞ്ചനയാൽ കഠിനമാക്കപ്പെട്ട ഹൃദയം. ഹല്ലേലൂയ. കൂട്ടുകൂടി ഇമ്പമായി വാഴേണ്ട ഭൂമിയിലെ സ്വർഗമായ ഭവനത്തിനകത്ത് ആമേൻ അതെ കുഞ്ഞുങ്ങൾ ഉറങ്ങിക്കിടക്കുമ്പോ അതെ ബെഡ്റൂമിനകത്ത് ഡോർ അടച്ചു കഴിഞ്ഞാൽ ഉറങ്ങാവുന്നതിന് പകരം അടിയുണ്ടാക്കി നേരം വെളുപ്പിച്ച് അവസാനം ഹല്ലേലൂയ കണ്ണുനീരും ദുഃഖവുമായി കോടതിയിൽ കയറി ഇറങ്ങുന്ന എത്രയോ കുടുംബങ്ങളാ, എത്രയോ കേസുകളാ നമുക്ക് ചുറ്റുമുള്ളത്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഭാര്യ ഭർത്താക്കന്മാരായി അഭിനയിച്ചു തീർക്കാനുള്ളതല്ല, അത് അനുഭവിച്ചു തീർക്കുവാനുള്ളതാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് സഹോദരന്മാരെ, ജീവനുള്ള ദൈവത്തെ ത്യജിച്ചു കളയാതിരിക്കേണ്ടതിന് അവിശ്വാസമുള്ള ഹൃദയം, ആമേൻ, അവിശ്വാസമുള്ള ഹൃദയം നിങ്ങളിൽ ആർക്കും ഉണ്ടാകാതിരിപ്പാൻ നോക്കുവിൻ. ഹല്ലേലൂയ. നിങ്ങൾ ആരും പാപത്തിന്റെ ചതിയാൽ കഠിനപ്പെടാതിരിക്കേണ്ടതിന് ഇന്ന് എന്ന് പറയുന്നിടത്തോളം നാൾത്തോറും അന്യോന്യം പ്രബോധിപ്പിച്ചുകൊള്ളുവിൻ. ഹല്ലേലൂയ. അതുകൊണ്ട് ഭാര്യ ഭർത്താക്കന്മാരായാലും ഉള്ളു തുറന്ന് സംസാരിക്കാൻ തയ്യാറാകട്ടെ. അപ്പനും അമ്മയും തുറന്ന് സംസാരിക്കാൻ ഇടയാകട്ടെ. മക്കളുമായി സമയങ്ങൾ ചെലവഴിച്ച് ഉള്ളു തുറന്ന് സംസാരിക്കാൻ ഇടയാകട്ടെ. ഇന്ന് കാലം പുരോഗമിച്ചു. കാലവണ്ടി യുഗത്തിൽ നിന്ന് കമ്പ്യൂട്ടർ യുഗത്തിലായിരിക്കുന്നത് കൊണ്ട് ഇന്ന് ആമേൻ മക്കള് ഭക്ഷണം കഴിക്കുന്നത് ചോദിക്കുന്നത് പോലും മൊബൈലിലൂടെയാ. ഹല്ലേലൂയ. മോളെ ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിക്കുന്നത് മൊബൈലിലൂടെയാ. ആമേൻ എവിടുന്ന് കഴിച്ചോന്നാ? ഉണ്ടാക്കി കൊടുക്കാൻ വീട്ടിലില്ലല്ലോ. അതുകൊണ്ട് അടുത്ത ആമേൻ ഓൺലൈൻ ഷോപ്പിൽ വിളിച്ചു പറയുക. അത് ബ്രേക്ക്ഫാസ്റ്റ് ആകട്ടെ, ഉച്ചത്തെ ചോറാകട്ടെ, വൈകിട്ടത്തെ ഭക്ഷണമാകട്ടെ, ഓൺലൈൻ വഴി ബുക്ക് ചെയ്തിരിക്കുകയാ. ആമേൻ. അതെ മോളെ റെഡിയായി ഇരുന്നോ? അതെ ഇപ്പൊ വരും. ആമേൻ. നോക്കണേ, കാലം പോയ പോക്ക്. ആമേൻ. കുഞ്ഞുങ്ങൾക്ക് വേണ്ടുന്ന ആഹാരം ഉണ്ടാക്കി കൊടുത്ത് അവരുടെ കൈ വളരുന്നോ കാല് വളരുന്നോ എന്ന് നോക്കി അരച്ചാൾ വയറ് നിറയ്ക്കുവാൻ അതെ ആമേൻ അതെ അരച്ചാൾ വയറ് നിറയ്ക്കാൻ വേണ്ടി ബന്ധപ്പെട്ടാ മതി. പക്ഷേ പിറന്നു വീണ അതെ 8, 9, 10 മക്കൾക്ക് വെച്ചു വളർത്തി കൊടുക്കുവാൻ പാടത്ത് പോയി ആമേൻ പണിയെടുത്ത മാതാപിതാക്കന്മാർക്ക് അന്ന് മടിയില്ലായിരുന്നു. എന്നാൽ ഇന്ന് കാലം മാറിയപ്പോ ഒന്നുള്ളതിലും രണ്ടുള്ളതിലും ആമേൻ അതെ കീറിയെടുക്കാൻ ഇന്ന് എല്ലാവർക്കും സന്തോഷം. അതെ നൊന്ന് പ്രസവിക്കുവാൻ സമയമില്ല, അതിന് താല്പര്യമില്ല. അതുകൊണ്ട് കീറി എടുക്കാൻ വേണ്ടി ആമേൻ ഹോസ്പിറ്റലില് ആമേൻ അതെ ആ AC റൂമിനകത്തേക്ക് കയറി ഇങ്ങനെ കിടന്നു കൊടുക്കാൻ തയ്യാറുള്ള ആമേൻ ലോകമാ ഇന്ന് നമ്മുടെ ചുറ്റും. ഹല്ലേലൂയ. അങ്ങനെ കീറിയെടുത്ത് ഉണങ്ങുന്നതിന് മുമ്പ് പ്ലെയിൻ കയറി അത് സമ്പാദിച്ച് വെട്ടിപ്പിടിക്കണമെന്നുള്ള വ്യഗ്രതയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന അനേകരുടെ തലമുറകൾ ഉപ്പ് കുത്തി വീഴുന്നത് കണ്ട് മാറം ധരിച്ച് കരയുന്ന ഒരു കൂട്ടരുള്ളപ്പോ അതൊന്നും എനിക്കൊരു ബാധകമേ അല്ല, അതൊന്നും ഒരു വിഷയമേ അല്ല എന്ന് ഓടുന്ന അനേകരുണ്ട്. ഇതൊക്കെ അന്ത്യകാല ലക്ഷണമാ. ഹല്ലേലൂയ. വാത്സല്യമില്ലാത്തവര്, കരുണയില്ലാത്തവര്, ഹൃദയ കാഠിന്യമുള്ളവര് അന്ത്യകാലത്ത് അത് ഇതെല്ലാം സംഭവിക്കുമെന്ന് വചനത്തിലുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിൽ നിന്ന് മറച്ചു വെക്കുവാൻ കഴിയുകയില്ല. കാരണം ദൈവത്തിന്റെ വചനം അകത്തെ മനുഷ്യനെ വെളിപ്പെടുത്തുകയും
തന്റെ വചനം നൽകിയ ദൈവം ആരെ സ്വസ്ഥതയിലേക്ക് സ്വീകരിക്കണമെന്നും ഹല്ലേലൂയ ആരെ മാറ്റി നിർത്തണമെന്നും അറിയുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് ലോക അവസാനത്തിൽ എന്ത് സംഭവിക്കുവാൻ പോകുന്നുവെന്ന് മുൻകൂട്ടി എഴുതിയിരിക്കുന്ന ഒരു ഗ്രന്ഥമുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്ന 66 പുസ്തകങ്ങൾ അടങ്ങിയ സത്യവേദ പുസ്തകം മാത്രമേ ഉള്ളൂ. ഇന്ന് ലോകത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ സംഭവങ്ങളും സംഭവിക്കുവാൻ ഉള്ളത് വെളിപ്പെടുത്തിയിട്ടുണ്ട്, സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും വെളിപ്പെടുത്തിയിട്ടുണ്ട്, സംഭവിച്ചു കഴിഞ്ഞതും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് എബ്രായ ലേഖനം 4-ാം അധ്യായം 12-ാം വാക്യം അതെ ജീവനും ചൈതന്യവുമുള്ള എന്ന് പറഞ്ഞ ശക്തിയുള്ള ഒരു വചനമുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ വചനം മാത്രമാണ്. കാരണം അപ്പോസ്തലനായിരിക്കുന്ന പത്രോസ്ലീഹ പറയുന്നു, കെടുന്ന ബീജത്താലല്ല കെടാത്തതിനാലും ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. ഇന്ന് രാത്രി അപ്രകാരം വീണ്ടും ജനിച്ച ദൈവമക്കൾ ഈ ലൈവിൽ എന്നെ ശ്രദ്ധിക്കുന്നെങ്കിൽ കരമടിച്ച കർത്താവിന് മഹത്വം കൊടുത്താൽ ഹല്ലേലൂയ. ആമേൻ. പല വേഷനുകളിൽ പല ആമേൻ അതേ ഭാഷാന്തര ബൈബിളിനകത്ത് ആമേൻ ഇത് വിവിധ നിലയിൽ അത് വിവരിക്കുന്നുണ്ട്. വേഗത്തിൽ എന്ന് കൊടുത്തിരിക്കുന്നുണ്ട്, അതിൽ ജീവൻ എന്നുള്ള അർത്ഥം കൊടുത്തിട്ടുണ്ട്. ഹല്ലേലൂയ. എന്നാൽ വേഗത്തിലല്ല, ജീവനുള്ള ആമേൻ അതെ വേഗത്തിൽ പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ വചനം എന്നല്ല, ജീവനുള്ള ദൈവത്തിന്റെ വചനം. ഹല്ലേലൂയ. ആമേൻ. അത് വേഗം എന്നതിനേക്കാൾ ജീവനുള്ള ഹല്ലേലൂയ ആമേൻ ജീവനുള്ള അങ്ങനെയല്ലേ നമ്മൾ വായിച്ചത്. ഹല്ലേലൂയ. അതിന്റെ ആമേൻ എബ്രായ ലേഖനം 4-ാം അധ്യായം 12-ാം വാക്യം ദൈവത്തിന്റെ വചനം ജീവനും ആമേൻ ചൈതന്യവും ഉള്ളതായി ഇരുവായ് തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും. ഹല്ലേലൂയ. അപ്പോ ജീവൻ അല്ലെങ്കിൽ ഈ വചനത്തിൽ എന്തുണ്ട്? ജീവനുണ്ട്. മാത്രമല്ല ഇരുവായ് തലയുള്ള വാള, ഇതിന് മൂർച്ചയുണ്ട് കേട്ടോ. ഹല്ലേലൂയ. ആമേൻ. ഇതിന് ഇരുവായ് തലയാ, അങ്ങോട്ടും ഇങ്ങോട്ടും ആമേൻ അതെ വീശിയ രണ്ട് ഭാഗവും മൂർച്ചയുള്ളത് കൊണ്ട് ആമേൻ പ്രസംഗിക്കുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും ഹല്ലേലൂയ ഇത് ബാധകമാണ്. ഇത് രണ്ടുപേരെയും ഒരുപോലെ വെട്ടുന്നതാണ്. അതുകൊണ്ട് വീട്ടിന് അകത്തിരിക്കുന്ന ഭാര്യ വചനം എടുത്താലും ഭർത്താവ് വചനം എടുത്താലും ഹല്ലേലൂയ സഹോദരങ്ങൾ വചനം എടുത്താലും ഹല്ലേലൂയ ആരാണോ വചനം എടുക്കുന്നത് ഈ വചനം രണ്ടു കൂട്ടരോടും എന്ത് ചെയ്യും? ഒരുപോലെ സംസാരിക്കും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ആമേൻ അതെ രക്ഷ എന്ന ശിരശാസ്ത്രവും ഹല്ലേലൂയ ദൈവവചനം എന്ന ആത്മാവിന്റെ വാളും കൈക്കൊള്ളുവിൻ എന്ന് എഫെസ്യ ലേഖനം എഴുതുന്ന സമയത്ത് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ്ലീഹ 6-ാം അധ്യായം അതിന്റെ 17-ാം വാക്യത്തിലൂടെ എഴുതി ആമേൻ ദൈവസഭയോട് ഓർപ്പിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. ഹല്ലേലൂയ. ആമേൻ. ദൈവവചനം വിവിധ നിലകളിൽ ദൈവജനത്തിന്റെ ഇടയിൽ അതേ ശക്തിയോടെ വെളിപ്പെട്ടു വരും. യിരെമ്യാ പ്രവാചകൻ, കണ്ണുനീരിന്റെ പ്രവാചകനായ യിരെമ്യാവിനെ ഇസ്രായേൽ ജനത്തിന്റെ ദൈവം എഴുന്നേൽപ്പിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, എന്റെ വചനം തീ പോലെയും പാറയെ തകർക്കുന്ന ചുറ്റിക പോലെയുമല്ലയോ എന്ന് യഹോവയുടെ അരുളപ്പാട്. അപ്പൊ ചിലതിനെ ഉടയ്ക്കുവാൻ ഹല്ലേലൂയ, ചിലതിനെ തകർക്കുവാൻ ഹല്ലേലൂയ. എന്തിനാ പാറയെ തകർക്കുന്ന ചുറ്റിക? ആമേൻ അതെ മനോഹരമായ നിലയിൽ ആമേൻ അതെ പാറകൾ കൊണ്ട് ആമേൻ ചില ചുമരുകൾ പണിയാറുണ്ട്, ആമേൻ ചില ഫൗണ്ടേഷനുകൾ കെട്ടാറുണ്ട്. ആമേൻ വലിയ പാറകളെ ആമേൻ പൊട്ടിച്ച് ചെറു കഷണങ്ങളാക്കി അത് മനോഹരമായ നിലയിൽ പണിയുവാൻ അത് ചുറ്റിക കൊണ്ട് അവര് ആമേൻ ഉപയോഗിക്കുന്നത് നമ്മളിൽ പലരും കണ്ടിട്ടുണ്ടാകാം. അതുകൊണ്ട് അത്ര വചനം പറയുന്നത് എന്റെ വചനം തീ പോലെയും ഹല്ലേലൂയ അത് പാറയെ തകർക്കുന്ന ചുറ്റിക പോലെയും. ആമേൻ. നിന്റെ ജീവിതത്തിൽ ആവശ്യമില്ലാത്ത മേഖലകളെ തകർക്കുവാൻ ശക്തിയുള്ളതാ ജീവന്റെ വചനം. അത് പണിയുവാൻ തക്കവണ്ണം ആമേൻ കഴിയും. ആമേൻ അത് ഉപയോഗിക്കും. ഹല്ലേലൂയ. ആമേൻ. അത് ഇന്ന് രാത്രി ഈ വചനത്തിന് മുമ്പിലായിരിക്കുന്ന ആരെങ്കിലും നാശത്തിന്റെ വക്കിലായിരിക്കുന്നുവെങ്കിൽ അതിനകത്ത് നിന്ന് വിടുവിക്കുവാൻ ഈ വചനം ആമേൻ ശക്തിയുള്ളതാ. ആരെങ്കിലും രോഗാവസ്ഥയിലായിരിക്കുന്നുവെങ്കിൽ ആ രോഗത്തെ സൗഖ്യമാക്കുവാൻ ഈ വചനത്തിന് ശക്തിയുണ്ട്. ഹല്ലേലൂയ. 1 തെസ്സലോനിക്ക ലേഖനം 5-ാം അധ്യായം അതിന്റെ 8-ാം വാക്യത്തിലൂടെ ആമേൻ അപ്പോസ്തലൻ ഇങ്ങനെ പറഞ്ഞു, രക്ഷ എന്ന ശിരശാസ്ത്രവും ആമേൻ അതെ ദൈവവചനം എന്ന ആത്മാവിന്റെ വാളും കൈക്കൊള്ളുവിൻ. ഹല്ലേലൂയ. ഇന്ന് രാത്രി സ്വീകരിക്കാൻ തയ്യാറാണോ? ആമേൻ. നാമോ പകലിലുള്ളവരാകയാൽ വിശ്വാസവും സ്നേഹവും എന്ന കവചവും ശിരശാസ്ത്രവുമായി രക്ഷയുടെ പ്രത്യാശയും ധരിച്ചുകൊണ്ട് സുബോധമായിരിക്കുക. രക്ഷിക്കപ്പെട്ട ദൈവമക്കളെ, നാം വചനത്തിനും അതേ വിശ്വാസത്തിനും ഹല്ലേലൂയ അതേ പ്രാധാന്യം കൊടുത്തുകൊണ്ട് പകലിനുള്ളവരാകയാൽ ഹല്ലേലൂയ അതേ വിശ്വാസവും സ്നേഹവും ഹല്ലേലൂയ എന്ന കവചവും ഹല്ലേലൂയ ശിരശാസ്ത്രമായി രക്ഷയുടെ പ്രത്യാശയും ധരിച്ചുകൊണ്ട് ഹല്ലേലൂയ. അപ്പൊ വിശ്വാസം, സ്നേഹം, പ്രത്യാശയുള്ളവരാ ദൈവമക്കൾ. ഇത് മൂന്നുമുള്ളവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കാത്ത ചിലർക്ക്
ഭയങ്കര വിശ്വാസമാണ്, ഭയങ്കര പ്രത്യാശയാ, പക്ഷെ സ്നേഹമില്ല. അതുകൊണ്ട് അപ്പോസ്തലൻ ആയ പൗലോസ്ലീഹ കൊരിന്ത്യ ലേഖനത്തിൽ അതേ ശക്തമായി 12, 13, 11 അധ്യായങ്ങളിൽ സ്നേഹത്തെ കുറിച്ച് വളരെ ആധികാരികമായി പറയുണ്ടായത്. ഹല്ലേലൂയ. ആമേൻ. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 59:17 അവൻ നീതി ഒരു കവചം പോലെ ധരിച്ചു, രക്ഷ എന്ന ആമേൻ തലക്കോരിക തലയിൽ ഇട്ടു. ഹല്ലേലൂയ. ആമേൻ. പ്രതികാര വസ്ത്രങ്ങളെ ഉടുത്തു, തീഷ്ണത ഒരു മേലങ്കി പോലെ പുതച്ചു. ഹല്ലേലൂയ. ആമേൻ. ശിരശാസ്ത്രം അത് ശിരസിനുള്ളതാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മീയ പടയാളികൾ എന്ന നിലയിൽ ദൈവിക ചിന്തകൾ കൊണ്ട് നാം നമ്മുടെ മനസ്സെന്ത് ചെയ്യണം? ഹല്ലേലൂയ. രക്ഷ എന്താണെന്ന് നാം മനസ്സിലാക്കണം. ഹല്ലേലൂയ. നാം ഇപ്പോൾ പാപത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് നാം എന്ത് ചെയ്യണം? അറിയണം. ഹല്ലേലൂയ. ആമേൻ. അതെ, 1-ാം അധ്യായം 7-ാം വാക്യം. ഹല്ലേലൂയ. അതെ, അവനിൽ നമുക്ക് അവന്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പുണ്ട്. എഫെസ്യ ലേഖനം 1-ാം അധ്യായം 7-ാം വാക്യമാണ്. അവനിൽ നമുക്ക് ആരിൽ? കർത്താവായ യേശു ക്രിസ്തുവിൽ. ആരാ കർത്താവായ യേശു ക്രിസ്തു? ഞാനാണ് വഴി, ഞാനാണ് സത്യം, ഞാനാണ് ജീവൻ എന്ന് അവകാശപ്പെട്ടുകൊണ്ട് ലോകത്തിൽ ആമേൻ കന്യകയായ മറിയയിലൂടെ 2021 വർഷങ്ങൾക്കപ്പുറം ജനിക്കുവാൻ ആമേൻ അത് കൃപ ലഭിച്ച യേശുവിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് രാത്രി പറയുന്നത്. ഹല്ലേലൂയ. ആമേൻ. ആ യേശു കർത്താവിലൂടെ നമുക്ക് അവന്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പ് ഉണ്ട്. ഹല്ലേലൂയ. അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോടുകൂടി ജീവിപ്പിക്കുകയും കൃപയാലത്രേ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ഹല്ലേലൂയ. 2-ാമത്തെ 5-ാം വാക്യം. ഹല്ലേലൂയ. ആമേൻ. അങ്ങനെ കൃപയാൽ രക്ഷിക്കപ്പെട്ട ദൈവമക്കളുടെ രക്ഷ ആമേൻ അതെ പൂർത്തീകരണത്തിന്റെ ആ ജീവനുള്ള പ്രത്യാശയും ഉറപ്പും ആമേൻ നമുക്കുണ്ടാകുന്നത് എപ്പോഴാണ്? ഹല്ലേലൂയ. ഭാവിയിൽ അതെ കർത്താവ് താൻ ഗംഭീരനാദം മുഴക്കിക്കൊണ്ട് മധ്യാകാശത്തിൽ വരുമ്പോൾ സഭ ഇവിടുന്ന് എടുക്കപ്പെടുന്ന കൂട്ടത്തിൽ നാമും എടുക്കപ്പെട്ട് അവൻ ഇരിക്കുന്നിടത്ത് നമ്മളെ കൊണ്ട് ഇരുത്തി ഹല്ലേലൂയ അതെ ന്യായവിസ്താരത്തിന് മുമ്പിൽ നിന്ന് അതെ ന്യായവിധി കഴിഞ്ഞ് അവനോട് കൂടെ ആയിരിക്കുമ്പോഴാണ് ആ രക്ഷ അതിപൂർണമാകുന്നത്. ഹല്ലേലൂയ. റോമാലേഖനം 8-ാം അധ്യായം 23, 24, 25 വാക്യങ്ങൾ വായിക്കുമ്പോൾ ആത്മാവെന്ന ആദ്യ ദാനം ആമേൻ ലഭിച്ചിരിക്കുന്ന നാമും നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുകയാണ്. ഹല്ലേലൂയ. പ്രത്യാശയാലല്ലോ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. കാണുന്ന പ്രത്യാശയല്ല, ഒരുത്തൻ കാണുന്നതിനായി ഇനി പ്രത്യാശിക്കുന്നത് എന്തിന്? ഹല്ലേലൂയ. ആമേൻ. നാം കാണാത്തതിനായി പ്രത്യാശിക്കുന്നുവെങ്കിലോ അതിനായി ക്ഷമയോടെ കാത്തിരിക്കുന്നു. നമ്മുടെ കർത്താവിന്റെ വരവ് ഏറ്റവും ആസന്നമായിക്കൊണ്ടിരിക്കുകയാ. വളരെ ക്ഷമയോടെ നാം നമ്മുടെ ഭവനത്തിലായിരിക്കണം. ആമേൻ. കഴിയുമെങ്കിൽ വൃതന്മാരെ തെറ്റിച്ചു കളയുവാൻ അതെ ഊടാടി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന സിംഹം എന്ന പോലെ അവൻ അതെ ഊടാടിക്കൊണ്ടിരിക്കുകയാ. ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തു തന്നെയാണ് തന്റെ ജനത്തിന്റെ രക്ഷ. ആമേൻ. നാം അവനെ എന്ത് ചെയ്യണം? ധരിക്കുകയും വേണം. ഹല്ലേലൂയ. ഇപ്രകാരം ജീവിക്കുവാൻ കൃപ ലഭിച്ച ദൈവമക്കൾ സന്തോഷമുള്ളവർ കരമടിച്ച് കർത്താവിനെ മഹത്വം കൊടുത്താട്ട്. ഹല്ലേലൂയ. അതെ ഭക്തൻ പറയുന്നത് ഇങ്ങനെയാ: യഹോവ എന്റെ ശൈലവും എന്റെ കോട്ടയും എന്റെ രക്ഷകനും എന്റെ ദൈവവും ഞാൻ ശരണമാക്കുന്ന എന്റെ പാറയും എന്റെ പരിചയും എന്റെ രക്ഷയായ കൊമ്പും എന്റെ ഗോപുരവുമാകുന്നു. ഹല്ലേലൂയ. അങ്ങനെ രക്ഷിക്കപ്പെട്ട ദൈവം ഇതിലെ നാം അവനെ മഹത്വം കൊടുക്കണം. ഹല്ലേലൂയ. ഭക്തൻ പറയുന്നു, യഹോവ എന്റെ ശൈലമാണ്, എന്റെ കോട്ടയാണ്. ഹല്ലേലൂയ. എന്റെ രക്ഷകനും എന്റെ ദൈവവും ഞാൻ ശരണമാക്കുന്ന എന്റെ പാറയും. ഹല്ലേലൂയ. എന്റെ പരിചയും എന്റെ രക്ഷയായ കൊമ്പും. ഹല്ലേലൂയ. എന്റെ ഗോപുരവുമാകുന്നു. സുത്യനായ യഹോവയെ ഞാൻ വിളിച്ചപേക്ഷിക്കും, എന്റെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് രക്ഷ പ്രാപിക്കുകയും ചെയ്യും. ഈ ഉറപ്പുള്ളവർ, ഈ വിശ്വാസമുള്ളവർ, ഈ ധൈര്യമുള്ളവർ ചങ്കത്ത് കൈവച്ച് പറ: സുത്യനായ യഹോവയെ ഞാൻ വിളിച്ചപേക്ഷിക്കും. ഹല്ലേലൂയ. എന്റെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് രക്ഷ പ്രാപിക്കുകയും ചെയ്യും. ഹല്ലേലൂയ. നിന്റെ തകർച്ച കാണുവാൻ, നിന്റെ നാശം കാണുവാൻ, നിന്റെ തലമുറയുടെ അധപ്പതനം കാണുവാൻ, നീ തുടങ്ങി വെച്ച ആ ഭവനത്തിന്റെ പണി പൂർത്തീകരിക്കാതിരിക്കുവാൻ, നിന്റെ ബിസിനസ് നശിക്കുവാൻ, ഹല്ലേലൂയ, നിന്റെ ആരോഗ്യം ക്ഷയിക്കുവാൻ, ഹല്ലേലൂയ, നിനക്കെതിരെ പ്രബലപ്പെടുന്ന പ്രതിയോഗിയായ പിശാചിന്റെ കയ്യിൽ നിന്ന് നീ ആരാധിക്കുന്ന, നീ വിശ്വസിക്കുന്ന ദൈവം നിന്നെ വിടുവിക്കുമെന്ന പ്രത്യാശയുള്ളവർ
വിശ്വസിക്കുന്നവർ ഇന്ന് രാത്രി ആര് ആയിരുന്നാലും വചനം പറയുന്നു, ഞാൻ അവരെ എന്റെ വചനം അയച്ച് സൗഖ്യമാക്കും, അവരുടെ നാശത്തിൽ നിന്ന് അവരെ ലഭിക്കും. ഹല്ലേലൂയ. ബലമുള്ള ശത്രുവിന്റെ കയ്യിൽ നിന്ന്, അത് നിന്നിലും ബലവാനായ ശത്രു, ഹല്ലേലൂയ, എന്നെ പകച്ചവരുടെ പക്കൽ നിന്നും അവൻ എന്നെ വിടുവിച്ചു. അതേ ഭക്തൻ തന്റെ അനുഭവം പങ്കുവെക്കുകയാ. സങ്കീർത്തനം 18:2-3 അതേ 17 വാക്യങ്ങളിൽ ഇങ്ങനെയാ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ബലമുള്ള ശത്രുവിന്റെ കയ്യിൽ നിന്നും എന്നെ പകച്ചവരുടെ പക്കൽ നിന്നും അവൻ എന്നെ വിടുവിച്ചു, അവർ എന്നിലും ബലമേറിയവരായിരുന്നു. അതേ സഹോദരങ്ങളെ, അതേ നിന്നെ പകയ്ക്കുന്നവരുണ്ട്, നിന്റെ തകർച്ച കാണാൻ വിധി എഴുതി നോക്കിയിരിക്കുന്നവരുണ്ട്. ഹല്ലേലൂയ. അതേ നീ പ്രശക്തനാണ്. എന്നാൽ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് പറയുക, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നവനാകുന്നു. ഇന്ന് രാത്രി അതേ അശക്തനെന്ന് പറഞ്ഞ് അതേ ചൂരച്ചെടിയുടെ തണലില് ഒരു സ്ത്രീയുടെ വാക്കിന്റെ മുമ്പില് തളർന്നിരുന്ന ഏലിയാവിനെ ശക്തീകരിച്ച ദൈവം, അതേ സഹോദര, അതേ മാതാവേ, അതേ അഭിഷക്തനെ, അതേ കൂടപ്പറപ്പേ, നിന്നെ ശക്തീകരിക്കുന്ന ജീവന്റെ വചനം രാത്രി കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വിശ്വസിക്കുന്നവരുടെ മേൽ അത് പകരപ്പെടുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ ഇന്ന് രാത്രി നിന്റെ മേൽ അയക്കി നിന്നെ ബലത്തോടെ മുമ്പോട്ട് നയിപ്പാൻ ശക്തിയുള്ള ജീവന്റെ വചനം. ഹല്ലേലൂയ. യഹോവ എന്റെ വെളിച്ചം, എന്റെ രക്ഷയുമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടും? എന്റെ ജീവന്റെ ബലം, ഞാൻ ആരെ പേടിക്കും? ഹല്ലേലൂയ. ഭയം കൂടാതെ, പേടി കൂടാതെ അത് മുമ്പോട്ട് അതേ കൂടെ നടത്തുവാൻ ശക്തരായ ദൈവം ഇന്ന് രാത്രി വചനം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ ശ്രോതാവേ, ഹല്ലേലൂയ. ഉലകത്തിൽ ഭയം കൂടാതെ ഒരു മനുഷ്യനെ മുമ്പോട്ട് നയിക്കുവാൻ ശക്തരായ ഒരു ദൈവമുണ്ടെങ്കിൽ അത് തന്റെ പുത്രനായി ക്രിസ്തു വെളിപ്പെടുത്തിയ സർവശക്തരായ ദൈവമാണ്. ആ ദൈവത്തെ വെളിപ്പെടുത്തുവാൻ അത്രേ ഈ പ്രേക്ഷിത പ്രവർത്തനത്തിന്റെ ഭാഗവാക്കായി ദൈവം നമ്മെ ആക്കി വെച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. ആമേൻ. കുന്നുകളും പർവ്വതങ്ങളിലെ കോലാഹലവും വ്യർത്ഥം. ആമേൻ. ഞങ്ങളുടെ ദൈവമായ യഹോവയിൽ മാത്രമേ ഇസ്രായേലിന് രക്ഷയുള്ളൂ. കണ്ണുനീരിന്റെ പ്രവാചകനായ യിരെമ്യാവ് എഴുതിയ 3-ാം അധ്യായം അതിന്റെ 23-ാം വാക്യത്തിലൂടെ ജനത്തോടായി ഇങ്ങനെ സ്വർഗം പറഞ്ഞു, കുന്നുകളും പർവ്വതങ്ങളിലെ കോലാഹലവും വ്യർത്ഥമാ. ഹല്ലേലൂയ. ഞങ്ങളുടെ ദൈവമായ യഹോവയിൽ മാത്രമേ ഇസ്രായേലിന് രക്ഷയുള്ളൂ. ഹല്ലേലൂയ. ജാതികൾക്ക് വെളിപ്പെടുവാനുള്ള പ്രകാശവും നിന്റെ ജനമായ ഇസ്രായേലിന്റെ മഹത്വവുമായി നീ സകല ജാതികളുടെ മുമ്പിൽ ഒരുക്കിയിരിക്കുന്ന നിന്റെ രക്ഷയെ എന്റെ കണ്ണ് കണ്ടുവല്ലോ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ഈ രക്ഷയെ കണ്ണുകൊണ്ട് കാണുവാൻ ഭാഗ്യം ലഭിച്ച അനുഗ്രഹീതനായ ഒരു പിതാവിന്റെ വാക്കുകളാ ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 30, 31, 32 വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഹല്ലേലൂയ. നിങ്ങളോ അവനാൽ ക്രിസ്തുവേശുവിൽ ഇരിക്കുന്നു, അവൻ നമുക്ക് ദൈവത്തിങ്കിൽ നിന്ന് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പുമായി തീർന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് ക്രിസ്തുവേശുവിലുള്ള രക്ഷ അവൻ നിത്യ തേജസ്സോടുകൂടെ, ഹല്ലേലൂയ, വൃതന്മാർക്ക് കിട്ടേണ്ടതിന് ഞാൻ അവർക്കായി സകലവും സഹിക്കുന്നു. ഹല്ലേലൂയ. അവൻ ഇന്ന് രാത്രി അവൻ ചിലതിനെ സഹിക്കുവാനുള്ള കൃപ ചിലരുടെ മേൽ ദൈവം തരികയാ. എന്തിനാണെന്നറിയാമോ? ക്രിസ്തുവേശുവിലുള്ള രക്ഷ നിത്യ തേജസ്സോടുകൂടെ വൃതന്മാർക്ക് കിട്ടേണ്ടതിന്, നമ്മളിലൂടെ ഈ രക്ഷ അനേകർക്ക് ലഭ്യമാകേണ്ടതിന് ചില കഷ്ടത, ചില വേദന നാം സഹിക്കേണ്ടതായി വരും. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസിന്റെ ജീവിതത്തിൽ ഒരുപാട് സയനം, ഒരുപാട് വേദന, ഒരുപാട് കഷ്ടത, ഒരുപാട് ഉറക്കളപ്പ്, പീഡ ഒക്കെ താൻ അനുഭവിക്കേണ്ടി വന്നത് അനേകരെ ഈ ജീവന്റെ മാർഗത്തിലേക്ക് നിത്യജീവന്റെ അവകാശികളാക്കി മാറ്റുന്നതിന് വേണ്ടിയാ. ഇന്ന് രാത്രി ചില കഷ്ടതകളിലൂടെ, ചില വേദനകളിലൂടെ, ചില പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവരുണ്ടെങ്കിൽ തിരിച്ചറിയണം, അത് ഈ കഷ്ടതയ്ക്കകത്ത് ഞാൻ തീരാനല്ല ഇവിടെ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഈ നൊമ്പരം, അതേ ഒരു കുഞ്ഞിനെ അതേ ഉദരത്തിൽ നിന്ന് വെളിയിലേക്ക് കൊണ്ടുവരുവാൻ ഒരു മാതാവ് വേദനിക്കുന്ന സമയങ്ങളുണ്ട്. എന്നാൽ ആ വേദന ആ കുഞ്ഞിന്റെ മകൻ കാണുമ്പോൾ സന്തോഷമായി മാറുന്നത് പോലെ ഇന്ന് രാത്രി കരയുന്ന മാതാവേ, വേദനിക്കുന്ന മാതാവേ, അതെ അന്നയോട് ചോദിച്ചാ പറയോ, ഈ പ്രതിയോഗി എന്നെ നിന്ദിച്ചത്, എന്നെ കരയിച്ചത് ഒരു സൗമേലിനെ കാണുവാനാ, അവനിലൂടെ ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത് കാണുവാനാ. ഇന്ന് രാത്രി അത് തിരിച്ചറിയുന്നവർ കരപടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താണ്. ഹല്ലേലൂയ. ആമേൻ. അതേ വാൾ നമുക്ക് പ്രതിരോധത്തിനും ആക്രമണത്തിനും വേണ്ടിയിട്ടുള്ളതാ. ഹല്ലേലൂയ. ആമേൻ. ആത്മാവിന്റെ വാൾ. ഹല്ലേലൂയ. ഒരു വാൾ നമുക്ക് എന്തിനാ? പ്രതിരോധത്തിനാണ്, ആക്രമണത്തിനാണ്. ഹല്ലേലൂയ. മത്തായി സുവിശേഷം 4-ാം അധ്യായം അതിന്റെ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ അത് ഞാൻ പറഞ്ഞല്ലോ, ദൈവത്തിന്റെ വചനമാണ് വാള്. ഹല്ലേലൂയ. കർത്താവായ യേശു സാത്താനെതിരെ ആത്മാവിന്റെ വാൾ എങ്ങനെ ഉപയോഗിച്ചു എന്ന് അവിടെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ട് ഇത് പ്രസംഗിക്കുവാൻ വേണ്ടി മാത്രമുള്ളതല്ല, ഇത് പിശാചിനെതിരെ ഉപയോഗിക്കുവാനുള്ളതാണ്. അനന്തരം പിശാചിനാൽ
പെടുവാൻ യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി. ഹല്ലേലൂയ. പലപ്പോഴും ദൈവമൈതലേ നീ ആയിരിക്കുന്നത് മരുഭൂമി പോലെയുള്ള അനുഭവത്തിലായിരിക്കാം. ഹല്ലേലൂയ. അതെ, ആമേൻ. ദാഹമുണ്ട്, വിശപ്പുണ്ട്, കടഭാരമുണ്ട്, രോഗമുണ്ട്, തികച്ചും ഭയാനകമായ അനുഭവമായിരിക്കാം. ആമേൻ. ആരും സഹായിക്കാനില്ലായിരിക്കാം, ആരും കൈപിടിക്കാനില്ലായിരിക്കാം, കാലത്ത് എഴുന്നേൽക്കുമ്പോൾ ഒരു ഗ്ലാസ് ചായ ഇട്ട് തരാൻ ആമേൻ ആരും വീട്ടിലില്ലായിരിക്കാം. ഹല്ലേലൂയ. അത് മരുഭൂമിയുടെ അനുഭവം പോലെ നിനക്ക് ഫീൽ ചെയ്തേക്കാം. ഇവിടെ ഇതാ യേശു കർത്താവ് അവൻ 40 പകലും 40 രാവും ഉപവസിച്ച ശേഷം അവന് വിശന്നു. അപ്പോൾ പരീക്ഷകൻ അടുത്ത് വന്നു, നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ല് അപ്പമായി തീരുവാൻ കൽപ്പിക്ക എന്ന് പറഞ്ഞു. അതെ, നീ ഭാരപ്പെട്ടിരിക്കുമ്പോ, നീ നിരാശപ്പെട്ടിരിക്കുമ്പോ അല്ല കർത്താവ് നിന്റെ അരികിലേക്ക് വരുന്നത് എന്ന് അല്ല എഴുതിയിരിക്കുന്നത്. നീ കഷ്ടത്തിലാകുമ്പോ, നീ പ്രയാസത്തിലായിരിക്കുമ്പോ ഏറ്റവും അടുത്ത തുണയായി ആര് വരും? കർത്താവ് വരും. ഹല്ലേലൂയ. ആമേൻ. എന്നാൽ ഇവിടെ അത് ഉപവസിച്ച് പ്രാർത്ഥിച്ച് ബലപ്പെട്ട് ആത്മീയമായി ഉണർത്തപ്പെട്ടിരിക്കുമ്പോൾ പിശാച് വന്നു അവന്റെ ഭൗതിക കാര്യം നോക്കിക്കൊണ്ട്. എന്താ ഭൗതിക കാര്യം? നിനക്ക് വിശക്കുന്നില്ലേ? അതേ, അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതത്തിന് തുടക്കം കുറിക്കുവാൻ അകത്തെ മനുഷ്യനെ ബലപ്പെടുത്തി ദൈവവുമായിട്ടുള്ള ബന്ധം ദൃഢമാക്കിയ യേശു കർത്താവിന്റെ ഭൗതിക കാര്യങ്ങളെ ഫോക്കസ് ചെയ്തുകൊണ്ട് അവന്റെ പുറമേയുള്ള സഹായം വാഗ്ദാനം ചെയ്തുകൊണ്ട് പിശാച് അടുത്തു വരികയാണ്. ഇന്ന് രാത്രി ആത്മാവ് ആകുന്ന ആ വചനമാകുന്ന വാളെടുത്ത് പിശാചിനെ പരാജയപ്പെടുത്തുവാൻ ഹല്ലേലൂയ കൃപ ലഭിച്ച ദൈവമക്കൾ കരമടിച്ച് പിതാവിന് മഹത്വം കൊടുക്കട്ടെ. അതിനവൻ മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ കൂടി വരുന്ന സകല വചനം കൊണ്ട് ജീവിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ഹല്ലേലൂയ. മനുഷ്യന്റെ ബുദ്ധി കൊണ്ടോ, മനുഷ്യന്റെ ജ്ഞാനം കൊണ്ടോ, മനുഷ്യന്റെ തഴക്കം കൊണ്ടോ പഴക്കം കൊണ്ടോ അല്ല പിശാചിനെ യേശു കർത്താവ് പരാജയപ്പെടുത്തിയത്. അവൻ എങ്ങനെ വന്നുവോ അത് മനസ്സിലാക്കിയ കർത്താവ് വചനം കൊണ്ട് അവനെ പരാജയപ്പെടുത്തി. ഹല്ലേലൂയ. എന്നാൽ പിശാച് ഭയങ്കര തന്ത്രശാലിയാണ്. ഹല്ലേലൂയ. അവൻ വിട്ടുപോയില്ല കേട്ടോ. അവൻ പിന്നെയും ആമേൻ ചുറ്റിക്കറങ്ങി. ആമേൻ. അവന്റെ ഉദ്ദേശം സഫലീകരിക്കുവാൻ. ഹല്ലേലൂയ. ആമേൻ. അതിന് അവൻ ഹല്ലേലൂയ. പിന്നെ പിശാച് അവനെ വിശുദ്ധ നഗരത്തിൽ കൊണ്ടുപോയി ദേവാലയത്തിന്റെ ആഗ്രഹത്തിന്മേൽ നിർത്തി അവനോട്. അത് ശലോമോൻ പണി കഴിപ്പിച്ച ദേവാലയമത്രേ. ഹല്ലേലൂയ. നോക്കണമേ. ആമേൻ. അതേ, പൂർവികന്മാർ പണിത ദേവാലയം. ഹല്ലേലൂയ. പാരമ്പര്യം പറയാനുണ്ട്. ആ പാരമ്പര്യം പ്രകാരം പണിതിരിക്കുന്ന ആ ദേവാലയത്തിന്റെ അഗ്രഹത്തിന്മേൽ കൊണ്ട് നിർത്തി അവിടെ നിന്ന് ചാടാനായിട്ട് പ്രലോഭിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. നോക്കണേ, അവിടെ നിന്ന് ചാടിയാൽ ഹല്ലേലൂയ നിന്റെ കാല് കല്ലിൽ തട്ടിപ്പോകാതിരിപ്പാൻ നിന്റെ വഴികളിൽ ദൂതന്മാരെ ആക്കി വെച്ചിട്ടുണ്ടെന്നുള്ള വചനം എടുത്തുകൊണ്ട് ചാടാൻ പറഞ്ഞു. ഹല്ലേലൂയ. യേശു കർത്താവ് സാത്താന്റെ ആജ്ഞ കേട്ട് ചാടാൻ വേണ്ടി വന്നവനല്ല, എന്റെ പിതാവിന്റെ ഇഷ്ടം പ്രവർത്തിക്കാനാണ്. ഹല്ലേലൂയ. ദൈവമക്കളെ, സാത്താന്റെ വാക്ക് കേട്ട് വചനം പ്രസംഗിക്കാനോ സാത്താന്റെ സന്തോഷത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനോ അല്ല രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട ദൈവസഭയിലാക്കി വെച്ചിരിക്കുന്ന ദൈവമക്കളെ ഇന്ന് രാത്രി തിരിച്ചറിയണം. പിശാച് പറയുക, നിന്നെ കുറിച്ച് അവൻ തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും, അവൻ നിന്റെ കാൽ കല്ലിനോട് തട്ടാതെ വണ്ണം നിന്നെ കയ്യിൽ താങ്ങിക്കൊള്ളും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. യേശു അവനോട് നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നും കൂടെ എഴുതിയിരിക്കുന്നുവല്ലോ. ഹല്ലേലൂയ. അതുകൊണ്ട് അപ്പമാക്കാനും ഹല്ലേലൂയ താഴേക്ക് ചാടാനും ഒക്കെ ആരാണ് നിന്നോട് സംസാരിക്കുന്നതെന്ന് വിവേചിച്ച് അത് പിശാചാണെന്ന് മനസ്സിലായാൽ വചനമാകുന്ന വാളുകൊണ്ട് വെട്ടി പരാജയപ്പെടുത്തണം. ഹല്ലേലൂയ. പിന്നെ പിശാച് അവനെ ഏറ്റവും ഉയർന്ന ഒരു മലമേൽ കൂട്ടിക്കൊണ്ടുപോയി ലോകത്തിലുള്ള സകല രാജ്യങ്ങളെയും അവയുടെ മഹത്വത്തെയും കാണിച്ചു. ഹല്ലേലൂയ. വീണ് എന്നെ നമസ്കരിച്ചാൽ ഇതൊക്കെ നിനക്ക് തരാമെന്ന് അവനോട് പറഞ്ഞു. യേശു അവനോട്, സാത്താനേ, എന്നെ വിട്ടു പോ, നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. നോക്കണമേ. ആമേൻ. 1 എന്താ പറഞ്ഞത്? ആഹാരം. 2 ആമേൻ നിന്റെ ശരീരത്തിന് സൗഖ്യം. 3 നിനക്ക് ആമേൻ പ്രതാപം, ലോകത്തിലുള്ള സകല നന്മകളും. ഹല്ലേലൂയ. സാത്താന്റെ തന്ത്രമാണിത്.
അവൻ വചനമെടുത്താണ് പറയുന്നത്, നിങ്ങൾക്ക് എന്തുണ്ട്? ആമേൻ, നന്മയുണ്ട്. നിങ്ങൾക്ക് എന്തുണ്ട്? സൗഖ്യമുണ്ട്. നിങ്ങൾക്ക് എന്തുണ്ട്? ആഹാരമുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ ആഹാരത്തിന്റെ കാര്യവും സൗഖ്യത്തിന്റെ കാര്യവും നന്മയുടെ കാര്യവും ഫോക്കസ് ചെയ്ത് ആമേൻ പിശാച് അഭിഷക്തനെ പരാജയപ്പെടുത്തുവാൻ നോക്കിയപ്പോ ഭൗതികത്തെക്കാൾ അധികം ഹല്ലേലൂയ സർവശക്തനായ ദൈവത്തിന്റെ വചനത്തിന് പ്രാധാന്യം കൊടുത്ത് ദൈവനാമ മഹത്വത്തിന് വേണ്ടി ജീവിക്കുവാൻ തന്നെ സമർപ്പിച്ച ദൈവവചനം കൊണ്ട് പിശാചിനെ പരാജയപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ പിശാച് അവനെ വിട്ടുപോയി. ദൂതന്മാർ അടുത്തു വന്ന് അവനെ ശുശ്രൂഷിച്ചു. ഹല്ലേലൂയ. അത് ദൈവ ദൂതന്മാരുടെ സാന്നിധ്യം പലപ്പോഴും അനുഭവിപ്പാൻ കഴിയാതെ പോകുന്നത് നിന്റെ അടുത്ത് വന്ന പിശാചിനാൽ നീ പരീക്ഷിക്കപ്പെടുമ്പോൾ നീ പരാജയപ്പെട്ടു പോകുന്നത് കൊണ്ടാണ്. അവന്റെ തന്ത്രങ്ങളെ തിരിച്ചറിഞ്ഞ് അവനെ പരാജയപ്പെടുത്തുവാൻ കൃപ ലഭിച്ചവരാണ് ദൈവമക്കൾ. അതുകൊണ്ട് വചനം ഉള്ളതുപോലെ മനസ്സിലാക്കി വചനം കൊണ്ട് പിശാചിനെ പരാജയപ്പെടുത്തി ദൂതന്മാരുടെ സാന്നിധ്യം അനുഭവിപ്പാൻ കൃപ ലഭിച്ച ദൈവമക്കൾ ഇന്ന് രാത്രി എന്നോടൊപ്പം ഈ ലൈവിലുള്ളവർ കരമടിച്ച് കർത്താവിന് മകത്ത് കൊടുത്താണ്. ഹല്ലേലൂയ. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് ഇത് ഇന്നും ചെയ്യുവാൻ കഴിയും. ഹല്ലേലൂയ. എന്നാൽ അവർ ദൈവവചനം അറിയുകയും മനസ്സിലാക്കുകയും അവർക്ക് നേരെ വരുന്ന പരീക്ഷയിലും പ്രലോഭനത്തിലും ഇതിനെ എന്ത് ചെയ്യണം? ഉപയോഗിക്കുകയും വേണം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് വേദപുസ്തകം വിശ്വസിക്കുകയും ആമേൻ അതിനെ സ്നേഹിക്കുകയും അതിനെ പഠിക്കുകയും ഹല്ലേലൂയ നമ്മുടെ മനസ്സിലും നമ്മുടെ ഹൃദയത്തിലും ആമേൻ ഇത് നിറയുവാൻ അനുവദിക്കുകയും ചെയ്യണമെന്ന് സർവശക്തനായ ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നത്. ഹല്ലേലൂയ. ആമേൻ. അതെ, നസ്രേത്ത് വിട്ട് സെബുലൂന്റെയും നഫ്താലിയുടെയും അതിരുകളിൽ കടൽക്കരയിലുള്ള കഫർന്നഹൂമിൽ ചെന്ന് യേശു കർത്താവ് അവിടെ പാർത്തു. സെബുലൂൻ ദേശവും നഫ്താലി ദേശവും കടൽക്കരയിലും യോർദാനക്കരയിലുള്ള നാട് ജാതികളുടെ കെല്ലിയിലെയും വലിയൊരു വെളിച്ചം കാണുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് നാം ഈ വെളിച്ചത്തിന്റെ മക്കളായി അത് ഇരുളിൽ കിടന്ന നമ്മളെ അത് പ്രകാശത്തിലേക്ക് നയിച്ചത് അവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാല. നമ്മളിലൂടെ അനേകരിൽ വെളിച്ചം കാണണം, അനേകരി സത്യം അറിയണം, അനേകരി ദൈവത്തെ അറിയണം, നിത്യജീവൻ പ്രാപിപ്പാൻ തക്കവണ്ണം ഇടയായി തീരണം. അതുകൊണ്ടാണ് കൊലോസ്യ ലേഖനം 3-ാം അധ്യായം 16-ാം വാക്യം സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ പഠിപ്പിച്ചു ബുദ്ധി ഉപദേശിച്ചു നന്ദിയോട് നിങ്ങളുടെ ഹൃദയങ്ങളിൽ ദൈവത്തിന് പാടിയും ഇങ്ങനെ ക്രിസ്തുവിന്റെ വചനം ഐശ്വര്യമായി സകല ജ്ഞാനത്തോടും കൂടെ നിങ്ങളിൽ വസിക്കട്ടെ. അപ്പൊ ഈ വചനം എപ്രകാരമാണ് നമ്മളിൽ വസിക്കേണ്ടത്? ഈ നിലകളിലാണ്. ഹല്ലേലൂയ. നമ്മെ സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരായി ദൈവത്തിന് കൊള്ളാവുന്നവനായി നിൽപ്പാൻ ശ്രമിക്കാം. ഹല്ലേലൂയ. നാട്ടുകാർക്കോ കൂട്ടുകാർക്കോ സ്ഥാനത്തിലുള്ളവർക്കോ അല്ല, അവരെ പ്രസാദിപ്പിക്കുന്നതിനേക്കാൾ ഉപരി ദൈവത്തിന് കൊള്ളാകുന്നവനായി നിൽപ്പാൻ ശ്രമിക്കുക. ഹല്ലേലൂയ. എല്ലാ തിരുവഴുത്തും ദൈവ ശ്വാസികമാകിയാൽ ദൈവത്തിന്റെ ആമേൻ മനുഷ്യൻ സകല സൽപ്രവൃത്തിക്കും വകപ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും അത് ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസത്തിനും പ്രയോജനമുള്ളതാകുന്നു. ഹല്ലേലൂയ. എന്തുകൊണ്ട് ദൈവവചനത്തെ ആത്മാവിന്റെ വാ എന്ന് അതേ വെളിപ്പെടുത്തിയിരിക്കുന്നു? ഹല്ലേലൂയ. എന്തുകൊണ്ടെന്നാൽ ദൈവ പുസ്തകം ദൈവാത്മാവിന്റെ ശാസ്ത്രീയമാണ്. ഹല്ലേലൂയ. ഇത് മനസ്സിലാക്കുവാനും നന്നായി ഉപയോഗിക്കുവാനും ആമേൻ നമ്മെ സഹായിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവിന് മാത്രമേ കഴിയത്തുള്ളൂ. അതുകൊണ്ട് ഹല്ലേലൂയ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് ഇങ്ങനെയാണ് പറഞ്ഞത്, അവൻ എന്റെ ചങ്ങലയെ കുറിച്ച് ലജ്ജിക്കാതെ ഞാൻ റോമയിൽ എത്തിയ ഉടനെ താല്പര്യത്തോടെ എന്നെ തിരഞ്ഞ് കണ്ടെത്തുകയും ചെയ്തു. ആ ദിവസത്തിൽ കർത്താവിന്റെ പക്കൽ കരുണ കണ്ടെത്തുവാൻ കർത്താവ് അവന് സംഗതി വരുത്തട്ടെ. ആമേൻ. എഫെസോസിൽ വെച്ച് അവൻ എനിക്കും എന്തെല്ലാം ശുശ്രൂഷ ചെയ്തു എന്ന് നീ നല്ലവണ്ണം അറിയുന്നുവല്ലോ. ഹല്ലേലൂയ. ഒരുവനെ കുറിച്ച് ദൈവത്തിന്റെ ആദ്യ ആത്മാവിൽ എരിവോടെ നിൽക്കുന്ന അഭിഷക്തൻ പറയുന്ന കാര്യം ഹല്ലേലൂയ, സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും എന്ത് ചെയ്യും? വഴി നടത്തും. അവൻ സ്വയമായി സംസാരിക്കാതെ താൻ കേൾക്കുന്നത് സംസാരിക്കുകയും വരുവാനുള്ളത് നിങ്ങൾക്ക് അറിയിച്ചു തരികയും ആമേൻ ചെയ്യും. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ അന്ത്യകാലത്ത് സകല ജനത്തിന്മേലും ആത്മാവിനെ പകരുമെന്ന് പറഞ്ഞ സർവശക്തനായ ദൈവത്തിന്റെ വചനത്തിന് ആമേൻ കീഴിൽ താണിരിക്കുന്നവരെ തക്ക സമയത്ത് ആമേൻ അവൻ ഉയർത്തി മാനിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. നമുക്കോ ദൈവം തന്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. ആത്മാവ് സകലത്തെയും ദൈവത്തിന്റെ ആഴങ്ങളെയും
ആരായിരുന്നു. ഹല്ലേലൂയ. മനുഷ്യനിലുള്ളത് അവനിലെ മനുഷ്യാത്മാവല്ലാതെ മനുഷ്യരിൽ അറിയും. ഹല്ലേലൂയ. അവനും തന്നെ ദൈവത്തിലുള്ളത് ദൈവാത്മാവല്ലാതെ ആരും ഗ്രഹിച്ചിട്ടില്ല. നാമോ ലോകത്തിന്റെ ആത്മാവിനെ അല്ല, ദൈവം നമുക്ക് നൽകിയത് അറിവിനായി ദൈവത്തിൽ നിന്നുള്ള ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. ഹല്ലേലൂയ. അത് ഞങ്ങൾ മാനസിക ജ്ഞാനം ഉപദേശിക്കുന്ന വചനങ്ങളാൽ അല്ല, ആത്മാവ് ഉപദേശിക്കുന്ന വചനങ്ങളാൽ തന്നെ പ്രസ്താവിച്ചുകൊണ്ട് ആത്മീയർക്ക് ആത്മീയമായി തെളിയിക്കുന്നു. ഹല്ലേലൂയ. എന്നാൽ പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിന്റെ ഉപദേശം എന്ത് ചെയ്യുന്നില്ല, കൈക്കൊള്ളുന്നില്ല. ആമേൻ. അതവന് മോക്ഷത്വമാകുന്നു. ആത്മീയമായി വിവേകിക്കായ കൊണ്ടതാണ് അത് അവന് ഗ്രഹിപ്പാനും കഴിയുന്നില്ല. അവൻ ഇന്ന് രാത്രി പലരും ഇത് കേട്ടിട്ട് അവൻ ഇത് ഉൾക്കൊള്ളാതെ പോകുന്നവരുണ്ട്. കാരണം എന്താ? അവൻ ആത്മീയർക്ക് മാത്രമേ ഇത് ഗ്രഹിക്കുവാൻ കഴിയത്തുള്ളൂ, ഇത് മനസ്സിലാക്കുവാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. സാത്താനെ നമ്മൾ എങ്ങനെയാണ് തോൽപ്പിക്കേണ്ടത്? ഹല്ലേലൂയ. സാത്താൻ നമ്മുടെ മനസ്സിൽ കൊണ്ടുവരുന്ന പ്രലോഭനങ്ങൾ, സംശയങ്ങൾ, ആമേൻ, വിവിധ ചിന്തകൾ എന്നിവയ്ക്കെതിരെ നാം ദൈവവചനം എടുത്ത് ഉപയോഗിക്കുവാൻ തക്കവണ്ണമിടയാണ്. ഹല്ലേലൂയ. നാം എന്തെങ്കിലും അത് പരിശ്രമിക്കുകയോ ത്യാഗം ചെയ്യുകയോ ചെയ്താൽ ഹല്ലേലൂയ അത് ആമേൻ ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കണം. ഹല്ലേലൂയ. അല്ലാതെ ആമേൻ ലോകക്കാരെ പോലെ ഹല്ലേലൂയ എന്തെങ്കിലും ത്യാഗം ചെയ്തതുകൊണ്ടോ സഹനം ചെയ്തതുകൊണ്ടോ ദൈവപ്രവൃത്തി വെളിപ്പെടണമെന്നില്ല. ഹല്ലേലൂയ. ആമേൻ. അതേ പ്രിയമുള്ളവരെ, വചനത്തിനായി ഹല്ലേലൂയ നാം നമ്മെ തന്നെ സമർപ്പിക്കണം. വചനത്തിന്റെ മുമ്പിൽ നമ്മെ വിധേയപ്പെടുത്തണം. ഹല്ലേലൂയ. നിങ്ങൾ ഒരിക്കലും ഹല്ലേലൂയ ദൈവവചനത്തിന് മറുതലിക്കരുത്. ഹല്ലേലൂയ. ആമേൻ. അതേ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 14-ാം വാക്യത്തിൽ അവൻ രക്തത്തിൽ നിന്നല്ല, ജഡത്തിന്റെ ആമേൻ ഇഷ്ടത്താലും അല്ല, പുരുഷന്റെ ഇഷ്ടത്താലുമല്ല, ദൈവത്തിൽ നിന്നത്രേ ജനിച്ചത്. ഹല്ലേലൂയ. അതിനാൽ ഒരു വ്യക്തി എന്ന നിലയിൽ ആമേൻ കർത്താവായ യേശു ക്രിസ്തുവുമായി അടുത്ത ബന്ധം സ്ഥാപിക്കുവാൻ ഹല്ലേലൂയ നിങ്ങൾ വിശ്വാസത്തോടെ ഹല്ലേലൂയ നിങ്ങൾ കേൾക്കുന്ന വചനത്തിന് മുമ്പാകെ നിങ്ങളെ സമർപ്പിച്ചുകൊണ്ട് അവനെ വിളിക്കുവാൻ തയ്യാറാകണം. ഹല്ലേലൂയ. ആമേൻ. യേശുവേ, ആമേൻ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ച ബർത്തമായോട് കരുണ കാണിച്ചവൻ. ഹല്ലേലൂയ. യേശുവേ, ഞാനൊരു പാപിയാണ്, പാപിയായ എന്നെ രക്ഷിപ്പാനാണ് അങ്ങ് ഈ ലോകത്തിൽ വന്നതെന്ന് ഹൃദയം കൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു, രക്ഷയ്ക്കായി വായി കൊണ്ട് ഏറ്റു പറയുന്നു. ഹല്ലേലൂയ. നാളിതുവരെ അപ്രകാരം യേശുവിനെ രക്ഷകനായി സ്വീകരിക്കാത്ത ഒരു വ്യക്തിയാണെങ്കിൽ താങ്കൾ ഇന്ന് രാത്രി യേശുവിന് വേണ്ടി ഹൃദയം കൊടുക്കുക. അല്ല, യേശുവിന് വേണ്ടി ഹൃദയം കൊടുത്തിട്ട് സ്വസ്ഥത നഷ്ടപ്പെട്ട് ആമേ രോഗാവസ്ഥയിലായിരിക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ ഇന്ന് രാത്രി അനുതാപത്തോടെ ഒന്ന് മടങ്ങി വരുവാൻ തയ്യാറാകുക. ഹല്ലേലൂയ. ഇന്ന് രാത്രി കേൾപ്പിച്ച വചനത്തിന് മുമ്പാകെ എത്ര പേര് സമർപ്പിക്കും? ആമേൻ. അതേ യോന അനുസരണം കെട്ടവനായിരുന്നു. ഹല്ലേലൂയ. അവൻ സമുദ്രത്തിന്റെ അടിത്തട്ടിലേക്ക് അതേ എടുത്തെറിയപ്പെട്ടപ്പോ അവൻ അവിടെ തീർന്നു പോകുവാൻ ദൈവം അനുവദിച്ചില്ല. അവിടെ ഒരു ക്രമീകരണ ദൈവം ഒരുക്കി. അതേ സഹോദരങ്ങളെ, ആമേൻ, നിന്റെ അനുസരണക്കേട് കൊണ്ട് നീ ആമേൻ അത് ഇന്ന് നിലവിളിക്കേണ്ടതായി വന്നിട്ടുണ്ടെങ്കിൽ ഈ നിലവിളിക്കകത്ത് നിന്ന് നീ അനുതാപത്തോടെ അത് ഒന്ന് മടങ്ങി വരുവാൻ തയ്യാറെങ്കിൽ നിന്നോട് കരുണ കാണിക്കുന്ന കരുണാമയനായ ദൈവം തന്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചത് ആമേൻ ഒരു ഉദ്ധാരണത്തിന് വേണ്ടിയാ, ഒരു വീണ്ടെടുപ്പിന് വേണ്ടിയാ. ഇന്ന് രാത്രി ആ പാപത്തെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ഒരിക്കൽ കൂടെ കർത്താവിനോട് കരുണ കാണിക്കണമേ എന്ന് നിലവിളിച്ചാൽ അവനെ വിളിക്കുമ്പോൾ അവൻ നിങ്ങൾക്കായി പ്രവർത്തിക്കും. ഹല്ലേലൂയ. ഇന്ന് രാത്രി കേൾക്കപ്പെട്ട വചനത്തിന് മുമ്പാകെ സമർപ്പിച്ചാൽ കണ്ണുകൾ അടയ്ക്കാം. സ്വർഗീയ നല്ല പിതാവേ, ഇന്ന് രാത്രി ഞങ്ങളെ കേൾപ്പിച്ച ആ വചനത്തിനായി നന്ദി പറയുന്നു. എന്റെ കുടുംബം, എന്റെ ഭാവി, എന്റെ വിവാഹം, എന്റെ ബിസിനസ്, എന്റെ ജോലി, എന്റെ സമൂഹം, രാഷ്ട്രം, എല്ലാ മേഖലകളിലും യേശുവിന്റെ നാമത്തിലുള്ള ഒരു ആമേൻ വിടുതൽ ആവശ്യമായിരിക്കുകയാ, ഒരു സൗഖ്യം ആവശ്യമായിരിക്കുകയാ. ഞങ്ങളുടെ രാജ്യം നശിച്ചുകൊണ്ടിരിക്കുകയാ, ഞങ്ങളുടെ ദേശം നശിച്ചുകൊണ്ടിരിക്കുകയാ, ഞങ്ങളുടെ തലമുറകൾ നശിച്ചുകൊണ്ടിരിക്കുകയാ. ഇതിനകത്ത് നിന്ന് ഒരു വിടുതൽ ഞങ്ങൾക്ക് ആവശ്യമാണ്. ഇതിന് ഒരു സൗഖ്യം ആവശ്യമാണ്. വിദ്യാഭ്യാസം ഇല്ലാത്തത് കൊണ്ടല്ല, പണമില്ലാത്തത് കൊണ്ടല്ല, നേതാക്കന്മാരില്ലാത്തത് കൊണ്ടല്ല, കഴിവുകളില്ല കൊണ്ടല്ല, എല്ലാം ഉണ്ടെങ്കിലും അത് ആരെ കൊണ്ടും പരിഹരിക്കപ്പെടുവാൻ കഴിയാത്ത നിലകളിൽ ലോക രാജ്യങ്ങളിൽ തകർന്നുകൊണ്ടിരിക്കുന്നു, കുടുംബങ്ങൾ തകർന്നുകൊണ്ടിരിക്കുന്നു, മൂല്യങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ആമേൻ. അത് നശിച്ചുകൊണ്ടിരിക്കുന്ന ദുഷ്ടലോകത്തെ രക്ഷിപ്പാൻ കഴിയുന്ന ജീവന്റെ വചനം എവിടെ കേട്ടിട്ടുണ്ടോ, എവിടെ വിശ്വസിച്ചിട്ടുണ്ടോ, അവിടെയെല്ലാം അത് ദൈവിക സമാധാനവും ദൈവിക സൗഖ്യവും ദൈവിക സന്തോഷവും അനുഭവിപ്പാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് രാത്രി അത് കുടുംബമാകട്ടെ, വിവാഹമാകട്ടെ, ബിസിനസ് ആകട്ടെ, ജോലിയാകട്ടെ, സമൂഹമാകട്ടെ,
രാഷ്ട്രമാകട്ടെ, ഏത് മേഖലകളിലും ആയിരിക്കുന്നവരെ വിടുവിക്കുവാൻ. ഹല്ലേലൂയ. കുടുംബ ജീവിതങ്ങൾ ശിഥിലമായി കൊണ്ടിരിക്കുന്നു, ഡിവോഴ്സ് വൈകിക്കൊണ്ടിരിക്കുന്നു, വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. തലമുറകൾ നശിച്ചുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. മാതാപിതാക്കൾ ഹല്ലേലൂയ ചുറ്റുപാടും ഹല്ലേലൂയ പല സംരംഭങ്ങളും തകർന്നുകൊണ്ടിരിക്കുകയാ. പല പദ്ധതികളും പൂർത്തീകരിക്കാൻ കഴിയാതെ ആദ്യ വഴി നിലച്ചിരിക്കുകയാ. ഇന്ന് രാത്രി അതിനെയെല്ലാം സുഖപ്പെടുത്തുവാൻ, സൗഖ്യമാക്കുവാൻ, അറുതി വരുത്തുവാൻ ഒരുവനെ കഴിയത്തുള്ളൂ. ഈ ലോകത്ത് സമാധാനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ ലോകം സമാധാനം അനുഭവിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഇന്ന് രാത്രി സമർപ്പിക്കപ്പെടാൻ തയ്യാറാണെങ്കിൽ നിശ്ചയമായും ദൈവിക സമാധാനം നൽകുവാൻ ദൈവം തന്റെ ആത്മാവിനെ അയച്ച് വിടുവിപ്പാൻ തക്കവണ്ണം ഇടയായി തീരും. നാം പ്രാരംഭത്തിൽ വായിച്ചു കേട്ടതുപോലെ ഹല്ലേലൂയ അവൻ തന്റെ വചനം അയച്ച് അവരെ സൗഖ്യമാക്കി, അവരുടെ കുഴികളിൽ നിന്ന് അവരെ വിടുവിച്ചു. അവരെ സുഖപ്പെടുത്തി, അവരുടെ നാശങ്ങളിൽ നിന്ന് അവരെ വിടുവിച്ചു. ഹല്ലേലൂയ. വായിൽ നിന്ന് പുറപ്പെടുന്ന എന്റെ വചനമായിരിക്കും അത് വെറുതെ എന്റെ അടുക്കളയിലേക്ക് മടങ്ങി വരാതെ എനിക്ക് ഇഷ്ടമുള്ളത് നിവർത്തിക്ക് ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കുകയും ചെയ്യും. കരുണയുള്ള ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഇന്ന് രാത്രി തലകളെ വടക്കിയിരിക്കുന്ന എല്ലാവർക്കായി ഞങ്ങളുടെ നാമം ചൊല്ലി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. ചില കുടുംബങ്ങൾ വിടുവിക്കപ്പെടട്ടെ, തലമുറകൾ വിടുവിക്കപ്പെടട്ടെ, മാതാപിതാക്കൾ, ഭാര്യ ഭർത്താക്കന്മാർ വിടുവിക്കപ്പെടട്ടെ, രോഗികൾ സൗഖ്യമാകട്ടെ, നാശങ്ങൾക്കകത്തു നിന്ന്, ആ പ്രതികൂലത്തിനകത്തു നിന്ന് ചില പ്രിയപ്പെട്ടവർ ഇന്ന് രാത്രി വിടുതൽ പ്രാപിക്കട്ടെ. തുടങ്ങി വെച്ച ആ പണി പൂർത്തീകരിക്കാൻ കഴിയാതെ, ആ വിവാഹം ഉറച്ചു, അത് നടത്തുവാൻ വകയില്ലാതെ, കർത്താവേ ആലോചനകൾ വന്നു, അതിന്റെ ബാക്കി കാര്യങ്ങൾ നടക്കാതെ, തലമുറകൾ ഇല്ലാതെ, അങ്ങനെ വിവിധ വിഷയത്തിൽ ഭാരപ്പെട്ട് ജോലിയില്ലാതെ, പ്രമോഷൻ ഇല്ലാതെ, അങ്ങനെ വിവിധ നിലകളിൽ ശാരീരികമായി രോഗികളായി ബലഹീനരായി കഴിയുന്ന ഹല്ലേലൂയ വ്യക്തി ജീവിതങ്ങളിൽ ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ വിടുതൽ സൗഖ്യമാകട്ടെ. മഹത്വം അവിടുത്തേക്ക് അർപ്പിക്കുന്നു. കർത്താവിന്റെ നാമം എല്ലാ നിലകളിലും മഹിമപ്പെടുവാൻ ഞങ്ങൾ അനേകർക്ക് ആശ്വാസമായി അനുഗ്രഹമായി തീരുന്ന ജീവന്റെ വചന ശക്തിയോടെ പ്രഘോഷിക്കുന്നവരാൽ കണ്ടിരിക്കുന്ന വ്യക്തി ജീവിതങ്ങളെ മുമ്പോട്ട് വിടാതെ അവരെ ഒതുക്കിക്കൊണ്ടിരിക്കുന്ന സകല പൈശാചിക ഭൂമികൾ അകത്തുനിന്ന് ഇന്ന് രാത്രി ചില കുടുംബങ്ങൾ, വ്യക്തികൾ, തലമുറകൾ, അവിശ്വസ്തന്മാർ വിടുതൽ പ്രാപിക്കുന്ന രാത്രിയായി മാറും. അവർക്ക് അങ്ങനെ ചെയ്ത കൃപയ്ക്കായി സ്തോത്രം. മഹത്വം അവിടുത്തേക്ക് അർപ്പിക്കുന്നു. അടികൾക്കായി കാലൂർ ജീവൻ അർപ്പിച്ചപ്പോൾ യേശു കർത്താവിന്റെ നാമത്തിൽ താഴ്മയായിരിക്കുന്നു. കൃപയോടെ കേൾക്കണം സ്വർഗീയ നല്ല പിതാവ്. ആമേൻ, ആമേൻ. ഇന്ന് രാത്രിയിലെ വചന ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ഞങ്ങളെ അറിയിക്കുക. നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നെങ്കിൽ നിങ്ങളുടെ സഹോദരങ്ങൾക്ക്, നിങ്ങളുടെ കൂടപ്പിറപ്പിന്, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കാൻ മറക്കരുത്. ഹല്ലേലൂയ. സ്നേഹതീരം പ്രയർ ഫാമിലി ചിന്ത ഫേസ്ബുക്ക് അക്കൗണ്ടിലൂടെ പങ്കാളിത്തം വഹിച്ച ഈ കൂട്ടായ്മയോട് താല്പര്യം പ്രകടിപ്പിച്ച എല്ലാവരെയും സ്വർഗത്തിലെ വലിയവനായ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്കൊരു പ്രാർത്ഥന വിഷയം ഞങ്ങളുമായി പങ്കുവെച്ച് പ്രാർത്ഥിപ്പാൻ താല്പര്യമുണ്ടെങ്കിൽ 9744703489 എന്ന നമ്പറിലേക്ക് അറിയിക്കുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്നേഹതീരം പ്രയർ ഫാമിലിയുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. ആമേൻ. നിങ്ങളുടെ സഹോദരങ്ങൾക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ഹല്ലേലൂയ. ആമേൻ. നാളെ ഞായറാഴ്ചയാണല്ലോ. ഈ വർഷത്തിന്റെ 4ാമത്തെ ആഴ്ചയിലേക്ക് നാം പ്രവേശിക്കുക. ദൈവം അനുവദിച്ചാൽ നാളെ സ്നേഹതീരം പ്രയർ ഫാമിലിയുടെ പേജിലൂടെ 11:30 ശേഷം ആരാധനയുമായി നമുക്ക് ഒന്നിച്ചു കൂടാം. സാവകാശവും സാഹചര്യവും അനുവദിക്കുന്നുവെങ്കിൽ കടന്നു വരിക. നമുക്ക് ഒരുമിച്ച് നമ്മുടെ കർത്താവിനെ ആരാധിക്കാം. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ഷിജു ജോസ്, സ്നേഹതീരം പ്രയർ ഫാമിലി. ശുഭരാത്രി.